السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള സലഫി പ്രവർത്തകരെ, സഹൃദയരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സത്താവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വയിൽ അധിഷ്ഠിതമായി താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ കലിമത്തു തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് എനിക്ക് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാന്യരായ സംഘാടകർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇസ്ലാമിക വിഷയങ്ങളിൽ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട, ഒരു കാലത്തും ഒളിമങ്ങാത്ത ഒരു പ്രബോധന വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടു നിൽക്കുന്ന പ്രവാചക പരമ്പരയിൽ 1.25 ലക്ഷത്തോളം നബിമാർ വന്നു പോയിട്ടുണ്ടെന്ന് ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. വിവിധ നാടുകളിൽ വിവിധ കാലങ്ങളിൽ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വന്നു പോയിട്ടുള്ള ആ നബിമാരൊക്കെ അവരുടെ പ്രബോധനത്തിൻ്റെ ആണിക്കല്ലായി കേന്ദ്രബിന്ദുവായി സ്വീകരിച്ചത് തൗഹീദായിരുന്നു അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന് മുൻതൂക്കം കൽപ്പിക്കുന്ന ഒരു പ്രബോധന ശൈലിയാണ് അന്നു മുതൽ ഇന്നു വരെ ഈ പ്രസ്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നബിമാരെ മാതൃകയാക്കുക എന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപിതമായ ഒരാദർശമാണ്. ദഅവത്ത് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആരെയാണ് മാതൃകയാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ദഅവത്തിന്റെ രീതിശാസ്ത്രം പഠിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ ദഅവത്ത് നടത്തിയിട്ടുള്ള പ്രവാചകന്മാർ, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ്, അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, ആ സന്മാർഗത്തെ നീ പിന്തുടരുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നബിമാരെയാണ് നാം ദഅവത്ത് രംഗത്ത് മാതൃകയാക്കേണ്ടത്. നബിമാർ വന്ന നാടുകളിൽ ഒരുപാട് ജീർണതകൾ ഉണ്ടായിരുന്നു. അവിടെ അടിമയും ഉടമയും തമ്മിലുള്ള പ്രശ്നം, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള പ്രശ്നം, സ്ത്രീപീഡനം, മദ്യം, മദിരാക്ഷി, പലിശ എന്നു തുടങ്ങി ഭരണരംഗത്തെ കുഴപ്പങ്ങൾ, രാഷ്ട്രീയ കുഴപ്പങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷേ പ്രവാചകന്മാർ ഊന്നൽ കൊടുത്തത്
പ്രഥമവും പ്രധാനവുമായി അവർ ജനങ്ങളെ ക്ഷണിച്ചത് വിശ്വാസ സംസ്കരണത്തിലേക്കായിരുന്നു. ഏറ്റവും വലിയ ജീർണത അത് ശിർക്കാണ്, ബഹുദൈവത്വമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് യാ ഖൗമി ഇബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കൂ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന സത്യം പറഞ്ഞുകൊണ്ടാണ് നബിമാർ ജനങ്ങളിലേക്ക് കടന്നു വന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ജാഹിലി സമൂഹം 1400 കൊല്ലം മുമ്പുള്ള അറബ് സമൂഹത്തെടുത്ത് പരിശോധിച്ചാൽ അവിടെ എന്തെല്ലാം ജീർണതകൾ ഉണ്ടായിരുന്നു. മക്കയിലുടനീളം വേശ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വേശ്യയുണ്ടെന്നറിയാൻ വേശ്യയുടെ വീടിന് മുമ്പിൽ കൊടികൾ തൂക്കുന്നത് ബുഖാരിയിൽ കാണാം. വേശ്യ പെണ്ണുങ്ങൾ ഗർഭിണികളായി അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കാലും അവളെ സമീപിച്ച ആളുകളുടെ കാലും പരിശോധിച്ച് ഇത് ആരുടെ കുട്ടിയാണെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും പിന്നെ അവൻ കല്യാണം കഴിക്കുമെന്നും അതൊരു ആ കാലഘട്ടത്തിൽ എതിർപ്പില്ലാതെ അവരുടെ ഒരു പാരമ്പര്യ സ്വഭാവമായി മാറിയിരുന്നുവെന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വ്യഭിചാരം അത്രമേൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. മദ്യത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഇഷ്ടംപോലെ മദ്യം കുടിക്കുകയും നിറഞ്ഞു പൊത്തുന്ന കള്ളാണ് രാവിലെ എണ്ണീറ്റാൽ ആദ്യമായി ഒരു അറബി സേവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മദ്യത്തെ വർണ്ണിച്ച് ചൊല്ലിയ കവിതകൾ 150ഓളം പര്യായങ്ങൾ മദ്യത്തിന് അറബി ഭാഷയിൽ ഉണ്ടാകാൻ കാരണമായി എന്ന് ഭാഷാ കുതുകുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മൃതശരീരത്തെ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ മറവ് ചെയ്യണം, എൻ്റെ ദ്രവിച്ച എല്ലുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് വസിയത്ത് ചെയ്ത ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അത്രമാത്രം മദ്യപാനം ഉണ്ടായിരുന്നു അവിടെ, പലിശയുണ്ടായിരുന്നു അവിടെ, ഗോത്രങ്ങൾ തമ്മിലുള്ള കടമത്സരം ഉണ്ടായിരുന്നു അവിടെ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ഏത് ഗോത്രത്തിനാണ് ശക്തിയും പവറും ഉള്ളത് അവർ മറ്റു ഗോത്രങ്ങളെ അടക്കി ഭരിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ നൽകിയത് എന്തിനാ? ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എന്നാൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്കത് മുഖേന അറബികൾ അധീനപ്പെടുത്താം, അനറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ക്ഷണിച്ചത്. അവിടുത്തെ പലിശക്കെതിരിലോ മദ്യത്തിനെതിരിലോ വ്യഭിചാരത്തിനെതിരിലോ അടിമ ഉടമ സമ്പ്രദായത്തിനെതിരിലോ ഗോത്ര കിടമത്സരത്തിനെതിരിലോ അല്ല ആദ്യം അവർ ശ്രദ്ധ ക്ഷണിച്ചത്. കഅബക്ക് ചുറ്റുമുള്ള 360ഓളം ബിംബങ്ങൾ, അതിൽ ലാത്തയുടെ ബിംബമുണ്ട്. ലാത്ത ആരായിരുന്നു? ഹാജിമാർക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിരുന്ന നല്ല മനുഷ്യൻ. ഉസ്സയുണ്ട് അവിടെ, മനാത്തയുണ്ട്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങൾ വരെ അവിടെ ആളുകൾ ആരാധിച്ചിരുന്നു. നോഹ് നബിയുടെ കാലം മുതൽ ആരാധിക്കപ്പെട്ട വത്ത്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ പഴയ നോഹ് നബിയുടെ കാലത്തുള്ള മഹാന്മാരുടെ പ്രതിമകൾ അതും ഉണ്ടായിരുന്നു അവിടെ. ഇതിനെതിരിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി നമ്മൾ ജനങ്ങളോട് പറയേണ്ടത്. ഏതൊരു നാട്ടിലും ഏതൊരു പ്രദേശത്തും ഏതൊരു കാലഘട്ടത്തിലും കാലം മാറുന്നതിനനുസരിച്ചോ സ്ഥലം മാറുന്നതിനനുസരിച്ചോ പ്രബോധനത്തിന്റെ ഊന്നലുകളിലോ മുൻഗണനാക്രമത്തിലോ യാതൊരു മാറ്റവും വരുത്താൻ ഒരു സ്ഥലത്തും സലഫികൾ തയ്യാറായിട്ടില്ല. ഇന്ന് സലഫികൾക്ക് പലരും പറയുന്ന കുറ്റം അതാണ്. സലഫികൾ ശ്മശാന വിപ്ലവത്തിലേക്കാണ് ഇപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യൻ ഇത്രയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും അവർ ശ്മശാന വിപ്ലവത്തിലേക്കാണ് ആളുകളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണത്. ഇപ്പോഴും മുസ്ലിം ഉമ്മത്ത് ജാറങ്ങളെ പൂജിച്ച് ജാറങ്ങളിലുള്ളവരെ ആരാധിച്ച് അവരോട് ഇസ്തിഗാസ നടത്തി ജാറങ്ങളുടെ പേരിൽ നേർച്ചയാക്കി മരിച്ചവരോട് എല്ലാ സന്ദർഭത്തിലും സഹായം തേടി മരിച്ചവർക്ക് വേണ്ടി പലതിനെയും നേർച്ചയാക്കി അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൽ തുടങ്ങി തൗഹീദിൽ തന്നെയാണ് അവസാനിപ്പിച്ചത്. അവിടുത്തെ അവസാനത്തെ ആ രോഗശയ്യയിൽ കിടന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ വിരിമാറിൽ തലവെച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാചകം, മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആവർത്തിച്ചു പറഞ്ഞ വാചകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവർ അവരുടെ അംബിയാഇന്റെ ഖബർ, നബിമാരുടെ ഖബറിനെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആവർത്തിച്ച് വീണ്ടും വീണ്ടും പുണ്യ റസൂൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്. ആയിഷ റളിയല്ലാഹു പറയാണ്, എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? മരിക്കാൻ നേരത്ത് ആദർശ ശത്രുക്കളെ ശപിച്ച് പ്രാഗി അരിശം തീർക്കാനല്ല പുണ്യ റസൂൽ അത് ചെയ്തത്. പിന്നെയോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യുഹദ്ദിറു മാ സനഉ, മറ്റൊരു റിവായത്തിൽ യുഹദ്ദിറു മിഥലല്ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളത് എന്റെ ഉമ്മത്തും പ്രവർത്തിക്കുമെന്നതിനാൽ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. തന്റെ സമുദായം തന്റെ ഖബറിനെ ആരാധനാസ്ഥലമാക്കരുതെന്ന് ഉമ്മത്തിനുള്ള ഒരു വസിയത്തും താക്കീതുമായിരുന്നു. യഥാർത്ഥത്തിൽ അതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചിട്ടുണ്ട്. വലൗലാദാക ഉബ്രിസ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഭയം ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു.
റസൂലുള്ളാഹിന്റെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടച്ചിട്ട റൂമിലാക്കാൻ കാരണം ഒന്ന്, ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ എന്ന പേടിയായിരുന്നുവെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുജാഹിദുകൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് അവിടേക്ക് തന്നെയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാധീനവും അധികാരവും കൈവന്നപ്പോ അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചു പറഞ്ഞതും പൊങ്ങി നിൽക്കുന്ന ഖബർ തട്ടി നിരപ്പാക്കാനാണ്. ഒരൊറ്റ ബിംബവും ഒരൊറ്റ ജാറവും ഇവിടെ അവശേഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ താലിബിനോട് ശുദ്ധീകരണം നടത്താൻ ആവശ്യപ്പെട്ടു. 25 കൊല്ലം കഴിഞ്ഞിട്ട് അലി ഇബ്നു അബീ താലിബിന് ഖിലാഫത്തുർ റാഷിദ ഭരണം കിട്ടിയപ്പോ, അമീറുൽ മുഅ്മിനീനായി വന്നപ്പോ അദ്ദേഹം തന്റെ സർവ്വസൈന്യാധിപനായ അബുൽ ഹയ്യാജിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും ഇതേ കാര്യമാണ്. അന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ ഇന്ന് നിന്നെ നിയോഗിക്കട്ടെയോ എന്നാണ് ചോദിച്ചത്. നോക്കൂ നിങ്ങൾ, അപ്പൊ ശ്മശാന വിപ്ലവമല്ല ഇവിടെ വേണ്ടത്. മുസ്ലിം സമുദായത്തിൽ കുറെ മെഡിക്കൽ കോളേജുകളും കുറെ വലിയ വലിയ സ്ഥാപനങ്ങളും എഞ്ചിനീയറിംഗ് കോളേജുകളും കുറെ MLA-യും കുറെ MP-യും ഒക്കെ ഉണ്ടായാൽ മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് തിരിച്ചു കിട്ടി. മുസ്ലിമീങ്ങൾ കുറെ പണക്കാരുണ്ടായാൽ കുറെ ബിസിനസ്സുകാരുണ്ടായാൽ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ അന്തസ്സും വന്നു ചേർന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ അവഗണിച്ചുകൊണ്ട് ഒരു ഇസ്സത്തും ഈ ഉമ്മത്തിനുണ്ടാവുകയില്ല. എത്ര മെഡിക്കൽ കോളേജും എത്ര ഡോക്ടറും എത്ര എഞ്ചിനീയറും ഇനി കലക്ടർമാരും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഈ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ നടന്ന് പല ജാറ കമ്മിറ്റികളാണ്. പിന്നെന്താ കാര്യം? മുസ്ലിം ഉമ്മത്ത് വീണ്ടും ജാറകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ ജാറപൂജകരായി തന്നെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ സിമ്പലായി വാഴ്ത്തി പറയുകയാണ്. രാഷ്ട്രീയക്കാർ പത്രിക കൊടുക്കാൻ പോകുമ്പോ ജാറങ്ങളിലേക്കാണ് പോകുന്നത്. എന്തിനാ? ജാറപൂജകന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് അതിനൊക്കെ വെറുപ്പുള്ളവർ പോലും അവിടുത്തെ വോട്ടർമാർ ജാറത്തിന്റെ ആളുകളാണെങ്കിൽ മറ്റുള്ളവർ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ആ ജാറത്തിലൊന്ന് പോയിട്ട് വാ പത്രിക കൊടുക്കാൻ. അവിടെയാണ് പലരുടെയും വിശ്വാസം പതറുന്നത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അതിന്റെ നേർവിപരീതമായ ശിർക്ക്, അതാകുന്നു ഗുരുതരമായ പാപം. ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം എന്ന് വിശ്വസിക്കുന്നവൻ വോട്ട് കിട്ടാൻ വേണ്ടി ജാറത്ത് പോവാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സമുദായത്തിന്റെ പതനം. ഇത് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരുപാട് സമുദായത്തെ സേവിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ അവരാരും സമുദായത്തിന്റെ ഈ അധപ്പതനത്തെ കുറിച്ച് പറയാറില്ല. സമുദായം ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസപരമായ ഈ അധപ്പതനത്തെ കുറിച്ച് ആരും തന്നെ ഓർമ്മപ്പെടുത്താറില്ല. എന്നാൽ അത് പറയുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും വീഴ്ച വരുത്തിയിട്ടില്ല. അത് വീഴ്ച വരുത്താൻ ഈ പ്രസ്ഥാനത്തെ പലരും നിർബന്ധിക്കാറുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനം ഈ ആദർശം ഒരിക്കലും തന്നെ മറച്ചു വെക്കുന്ന പ്രശ്നമേ ഇല്ല. ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരാവകാശങ്ങളിൽ അവന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് വിശ്വസിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന ഒന്നാമത്തെ കലിമ. അതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുന്നില്ല. രണ്ടാമത്തെ കലിമ കൂടി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് രണ്ടാമത്തെ കലിമ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ അതിനുള്ള പ്രത്യേകത? ഈ ലോകത്ത് വല്ല നിലക്കും ഇലാഹാകാൻ അർഹതയും അവകാശവും ഉണ്ടെങ്കിൽ അതാർക്ക് മാത്രമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. കാരണം മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ അശറഫുൽ ബശർ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം പോലും ഇലാഹല്ല, ഇലാഹിന്റെ അംശം പോലും അദ്ദേഹത്തിനില്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ നിലപാട് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രവാചകന്റെ നിലപാട് പോലും അതാണ് എന്ന് വളരെ വ്യക്തമായി ഒരു മുസ്ലിം വിശ്വസിക്കണം. എല്ലാ വ്യക്തി പൂജകളെയും എല്ലാ വീരാരാധനകളെയും തട്ടി തകർത്തുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും പൂജിക്കുകയും വണങ്ങുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരാദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? ജാറങ്ങളിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് വേഗം മുറാദുകൾ ഹാസിലാവുക, ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നാണ് വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണെന്നും അള്ളാഹുവിന്റെ പടപ്പുകളോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്നും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന പതനത്തിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദ്, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രബോധനങ്ങളിലൊക്കെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ നിന്നാണ് പ്രബോധനം എല്ലാ നബിമാരും ആരംഭിച്ചത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്ത് അംബിയായിലെ 25-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മുമ്പ് നാം ഒരൊറ്റ റസൂലിനെയും അയച്ചിട്ടില്ല, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, എന്നെ ആരാധിക്കുക എന്ന സന്ദേശം കൊടുക്കാതെ ഒരൊറ്റ നബിയെയും ഒരു നാട്ടിലേക്കും അയച്ചിട്ടില്ല. കാരണം എന്താ? വേറെ എന്ത് നന്മകൾ ഉണ്ടായിട്ടും കാര്യമില്ല.
തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ, വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ നമസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ പാവങ്ങളെ സഹായിച്ചിട്ടോ യതീമിനെ സേവിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെയോ അതെല്ലാം നിഷ്ഫലമായി പോകും. അത്രമാത്രം വലിയ വിഷമാകുന്നു ശിർക്ക്. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുക, അല്ലാഹു അല്ലാത്ത നേർച്ചൊഴിപാടുകൾ നടത്തുക എന്നത് ശിർക്കാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നിന്നെങ്ങാനും ശിർക്ക് വെച്ചാൽ അതിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന്. അവർ ശിർക്ക് വെച്ചാൽ അവർ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് നബിമാരെ കുറിച്ച് പോലും ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മൾ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ തൗഹീദിലായിക്കൊണ്ട് മരിക്കണം. ഒരാൾ ഒരുപാട് കാലം ശിർക്കിൽ ജീവിച്ചു, അവസാനം തൗഹീദിലേക്ക് വന്നു, അവസാന ശ്വാസം തൗഹീദിലായിക്കൊണ്ട് മരിച്ചു, എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. ഒരുപാട് കാലം ശിർക്കിലായി തൗഹീദിലായി ജീവിച്ചു, പിന്നെ ശിർക്കിലായി കൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിലോ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ സ്വർഗത്തിൽ പോകില്ല. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന. ശിർക്ക് അല്ലാഹുവിനൊന്നും പങ്കു ചേർക്കാത്തവനായ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ കടക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായി കൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിൽ കടക്കുമെന്ന് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം? ശിർക്കിനെ തിരിച്ചറിഞ്ഞ ഒരു മുസ്ലിം കാത്തു നിൽക്കാതെ തൗബ ചെയ്യണം, തൗഹീദിലേക്ക് മടങ്ങണം. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, താനും തന്റെ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇപ്പോ മൗലിദിന്റെ മാസമാണ്, റബീഉൽ അവ്വൽ മാസം. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട കീർത്തനങ്ങൾ, ഗദ്യപദ്യ സമ്മിശ്രമായ മൗലീദുകൾ പാടുകയും പാടിപ്പിക്കുകയും നേർച്ചപ്പാട്ടായി ചൊല്ലിക്കുകയും ചെയ്യുന്നുണ്ട്. പണം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് ആളെ കൂട്ടി ചൊല്ലിക്കുകയാണ്, വാശിയോടെ ചെല്ലുകയാണ്. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ ഇതിൽ ശിർക്കിന്റെ വചനങ്ങൾ ഉണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കാൻ എന്ന പേരിൽ രചിച്ച മൗലീദുകളിൽ റസൂലിനെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളുണ്ട്. ബുർദ എന്ന് പറയുന്ന, നേരത്തെ ഇവിടെ സുല്ലമി സൂചിപ്പിച്ചതുപോലെ ബുർദ ആസ്വാദന സദസ്സുകളുണ്ട്. എന്താണ് ആസ്വദിക്കുന്നത് അവിടെ? ബുർദ എന്ന് പറയുന്നത് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പക്ഷാഘാതം പിടിച്ച ഒരാൾ രചിച്ചതാണത്രേ. ആ ബുർദയിലോ യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. യാ അക്രമൽ ഖൽഖി, പടപ്പുകളിൽ ഏറ്റവും ആദരണീയമായവരെ, മാലി മൻ അലൂദു ബിഹി സിവാക, എനിക്ക് നിങ്ങളെ കൂടാതെ അഭയം തേടി ചെല്ലാൻ മറ്റാരുമില്ല. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, വ്യാപകമായ ആപത്തുകൾ, ബുദ്ധിമുട്ടുകൾ വരുന്ന സന്ദർഭത്തിൽ നോക്കണം നിങ്ങൾ. ബുദ്ധിമുട്ടുകൾ വരുന്ന സന്ദർഭത്തിൽ വിളിച്ചു തേടാനും അഭയം തേടി ചെല്ലാനും നബി അല്ലാതെ മറ്റാരുമില്ലെന്ന് പറയുന്നത് അയാൾക്ക് തൗഹീദുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദു ബിഹഖിൻ, യഥാർത്ഥ ആരാധ്യൻ, അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്തിന് അർഹൻ. മനുഷ്യന്റെ ഇബാദത്തുകളിൽ, മനുഷ്യർ അല്ലാഹുവിന് അർപ്പിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു ദുആ എന്ന് പറയുന്നത്. ആ ദുആ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തൗഹീദ് വെള്ളത്തിലായി പോയില്ലേ? അയാൾ റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പാപം പൊറുക്കുവാൻ, വിഷമങ്ങൾ അകറ്റുവാൻ, സ്വർഗം കിട്ടുവാൻ, നരകത്തിൽ രക്ഷപ്പെടുവാൻ. ഇതിനൊക്കെ ചോദിക്കേണ്ടത് ആരോടാ? നമ്മെ പടച്ച, നമുക്ക് വേണ്ടി പ്രപഞ്ചം സംവിധാനിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നെ ഏകനായ അല്ലാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ കഴമ്പും കാതലും. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നതിലൂടെ അയാൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. അയാൾ പറയും, ഒരുപക്ഷെ ഞാൻ എന്റെ ശ്രദ്ധാവായി ഈ മഹാനെ കാണുന്നില്ല, ഈ മഹാനാണ് ലോകത്തെ പടച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇദ്ദേഹമാണ് ഭക്ഷണം തരുന്നതെന്നോ, ഇദ്ദേഹമാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതെന്നോ, വെയിലും മഴയും ഉണ്ടാക്കിയതാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ പ്രാർത്ഥന കേൾക്കാൻ, എന്റെ മനസ്സിലെ വിഷമങ്ങൾ അറിയാൻ, എന്നെ സഹായിക്കാൻ, എനിക്ക് ഉത്തരം ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും. അതിനുള്ള സിദ്ധിയുണ്ട് അദ്ദേഹത്തിന്, കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്നു. യേശു എന്നവർ പറയുന്ന ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. തീർച്ചയായും അല്ലാഹു ആകുന്നു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ്, അവനെ നിങ്ങൾ ആരാധിക്കണം, അതാകുന്നു ചൊവ്വായ മാർഗമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഉസൈർ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇസ്ലാം ആവശ്യപ്പെടുന്നു ഇതെല്ലാം തെറ്റാണ്, ശിർക്കാണ്. ഇതെല്ലാം വീരാരാധനയാണ്, വ്യക്തിപൂജയാണ്, സൃഷ്ടിപൂജയാണ്. സൃഷ്ടിപൂജ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല, അള്ളാഹു അംഗീകരിക്കുന്നില്ല. എന്നാൽ അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ദൈവപുത്രവാദത്തിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കിയത്. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാകുന്നു ഈ ഗ്രന്ഥം നാം ഇറക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഗുരുതരമായ ഒരു തെറ്റാണത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മറ്റു മതങ്ങൾക്കൊക്കെ ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മാതൃക കാണിക്കേണ്ട മുസ്ലിമീങ്ങൾ അവർ തന്നെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കുന്നതിലേറെ ജാറങ്ങളെ ബഹുമാനിക്കുന്ന അവസ്ഥ. പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്ത് നമസ്കരിച്ച് തിരിച്ചിങ്ങോട്ട് പോരും. എന്നാൽ ചില ജാറങ്ങളിൽ ചെന്നാൽ ചെന്നതുപോലെ പിന്നോട്ട് നടക്ക റിവേഴ്സ് വരിക. അതെന്താ? തിരിഞ്ഞു പോരുമ്പോ ബാക്ക് അത് ജാറത്തിന്റെ നേരെ ആയിപ്പോയാൽ അതബ് കേടാണ്. അതുകൊണ്ട് മഹാനവറുകൾ കോപിച്ചു പോകും, ഗുരുത്തക്കേട് കിട്ടിപ്പോകുമെന്ന് വിചാരിച്ച് ജാറം സിയാർത്ത് ചെയ്തിട്ട് ബേക്കോട്ട് റിവേഴ്സ് വരെ കുഴിയാന വരും പോലെ. കണ്ടങ്ങള് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇല്ലാത്ത ഒരു ബഹുമാനം. അങ്ങ് കഅബത്തിന്റെ അടുത്ത് പോയിട്ട്, മക്കത്തെ അജ്ജിനും ഉംറയ്ക്കും പോയിട്ട് വിശുദ്ധ കഅബാലയം 5 നേരവും തിരിഞ്ഞു നമസ്കരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടുത്തുയർത്തിയ ആ മഹാഗേഹം, അതിന്റെ അവിടെ പോയി നിസ്കരിച്ചിട്ട് മുസല്ലെടുത്ത് മൂടും തട്ടിങ്ങ് പോരും. കഅബത്തിന്റെ നേരെ മൂടായി പോകുന്നതിൽ ഒരു വിഷമമല്ല. അപ്പൊ കഅബത്തിനേക്കാളേറെ ബഹുമാനം ചില ജാറങ്ങളിൽ. നിങ്ങൾ നോക്കൂ, കള്ളസത്യം ചെയ്യാൻ പള്ളിയിൽ വന്ന് കള്ളസത്യം ചെയ്യാൻ അവിടെ പലർക്കും പേടിയില്ല. പക്ഷെ നിനക്ക് ധൈര്യമുണ്ടോ പൊന്നാനിയിലെ കിളിക്കട്ട ജാറത്തിൽ പോയി സത്യം ചെയ്യാന്ന് ചോദിച്ചാൽ കാൽമുട്ട് വരച്ച്. കാരണം എന്താ? ചെയ്യുന്നത് കള്ളസത്യമാണ്. ഇത് കള്ളസത്യമാണെന്ന് ആ മഹാൻ അറിഞ്ഞാൽ പിന്നെ കുരുത്തക്കേട് തട്ടും, പിന്നെ കക്കൂസ് പോകുമ്പോൾ വരുന്നത് ചോരയായിരിക്കും. ബേജാറായിപ്പോയി. കണ്ടോ, പടച്ചവനെ പേടിക്കുന്നതിലേറെ പടച്ചവന്റെ പടപ്പുകളെ പേടിക്കുന്നു. പടച്ചവൻ ആദരിക്കുന്നതിലേറെ ഔലിയാക്കന്മാർ ആദരിക്കുന്നു. ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ എവിടെ അന്ന് ലോകത്ത് ശിർക്ക്? ചില ആളുകൾ പറയും, ഞാനങ്ങനെ മൊയ്തീശിഖയെ രക്ഷിക്കണേ ഒന്നും പറയാറില്ല, മുത്തനബിയെ കാക്കണമെന്ന് ഞാൻ പറയാറില്ല. ശരി, അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കല്ല, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കും, ഉത്തരം ചെയ്യും, സഹായിക്കാൻ കഴിയും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ട്, അത് മതി. നിങ്ങൾ ശിർക്ക് തന്നെയാണ്. ഈ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങൾ വിളിച്ച് തേടണമെന്നില്ല. തേടാതെ തന്നെ നിങ്ങൾ ശിർക്കിലകപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ വളരെ ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഈ ഉമ്മത്തിൽ ശിർക്ക് വരാൻ സാധ്യതയില്ല. മറ്റെല്ലാ തെറ്റുകളെ സംബന്ധിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പുണ്യപ്രവാചകൻ ശിർക്കാകുന്ന മഹാപാപത്തെക്കുറിച്ച്, അത് ഈ ഉമ്മത്തിൽ വരുന്നതിനെ കുറിച്ച് തനിക്ക് ഭയമില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്കിലകപ്പെടുന്നതിന് ഞാൻ ഭയപ്പെടുന്നേ ഇല്ലെന്ന് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ശരിയാണ്. പക്ഷേ ആ ഹദീസിന് അർത്ഥം എന്താ? മുഹദ്ദിസുകൾ അതിന് അർത്ഥം പറഞ്ഞു. ഒന്ന്, സഹാബികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാണ്. റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബികൾ അദ്ദേഹത്തിന് ശേഷം ശിർക്കിലേക്ക് പോവുകയില്ല എന്നാണ് അതിനർത്ഥം. ഇനി ഉമ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണിത് പറഞ്ഞതെങ്കിലും അങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിച്ചവർ എന്താ പറഞ്ഞത്? ഐ അലാ മജ്മൂഇക്കും, നിങ്ങൾ ഒന്നിച്ച് ശിർക്കിൽ പോകുമെന്ന ഭേദി എനിക്കില്ല. ചില ആളുകളിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ടല്ലോ. ആദനല്ലാഹ്, അല്ലാഹു നമ്മെ കാക്കട്ടെ എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ശാരിഹുകൾ എഴുതി വെച്ചത് കാണാം. എന്തിനു സുഹൃത്തുക്കളെ, ഖുർആനിലും ഹദീസിലും വൈരുദ്ധ്യം ഉണ്ടാകോ? ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞത് വലാ തകൂനു മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫറഖു ദീനഹും വകാനു ശിയഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. നിങ്ങൾ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടു പോകല്ല കേട്ടോ, ബഹുദൈവവാദികളിൽ നിങ്ങൾ പെട്ടുപോകല്ല കേട്ടോ. ആരാണവർ? സ്വന്തം മതത്തെ കണ്ടം തുണ്ടമാക്കി വിവിധ പാർട്ടികളും ഗ്രൂപ്പുകളുമായവരാണവർ. എല്ലാവരും അവരുടെ ആ പാർട്ടി ഉള്ളതിൽ, പാർട്ടിയുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ അവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും തങ്ങളെടുക്കേണ്ടത് സത്യമാണ് എന്ന് വിശ്വസിച്ച് പല പാർട്ടികളായി മുശ്രിക്കുകൾ മാറിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ആകല്ല കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ ശിർക്കിനെ പേടിക്കണം എന്നല്ലേ ഖുർആൻ പറയുന്നത്? ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടവർജിക്കണമെന്ന് പറഞ്ഞ ഹദീസിൽ ഒന്നാമത് പുണ്യ റസൂൽ എണ്ണിയതേതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. കണ്ടോ? അപ്പൊ ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ? ലാ തഖൂമു സ്സാഅ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ, എന്റെ ഉമ്മത്തിൽ കുറെ ആളുകൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുകയില്ല. അപ്പൊ അത്രത്തോളം മുസ്ലിം ഉമ്മത്ത് അധപ്പതിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ വിഭാഗങ്ങൾ മുശ്രിക്കുകളോട് ചേർന്ന് നിൽക്കും. വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ ശിർക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മത്തിൽ ശിർക്ക് വരില്ലെന്നാണോ പ്രവാചകൻ പറഞ്ഞത്? ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, ശിർക്ക് വരും. ശിർക്കിനെ ഭയപ്പെടണം, മറ്റു പാപങ്ങളെക്കാൾ ഏറെ ഭയപ്പെടണം എന്ന് ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാതൊരു പങ്കുകാരനോ ഇടയാളനോ ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ഈ തൗഹീദ്, അത് മുസ്ലിം ഉമ്മത്തിന് കൈമോശം വന്നിരിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്നും ഏറെ പിറകോട്ട് പോയിരിക്കുന്നു. എങ്കിൽ അവരത് പഠിപ്പിക്കാൻ, അവരതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അതിനെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടാക്കുവാൻ
എന്തു വേണം? നാം നമ്മുടെ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കണം. ശിർക്ക് ഈ ഉമ്മത്തിൽ വരുമെന്നും ശിർക്ക് വരുന്ന വഴികൾ ഏതാണെന്നും നാം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ശിർക്ക് മാത്രമല്ല, ശിർക്കിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം ആദ്യം മുതൽക്ക് തന്നെ ആളുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട അറബ് സമൂഹം അവർ ദൈവനിഷേധികളോ നാസ്തികന്മാരോ ആയിരുന്നില്ല, ആസ്തികവാദികളായിരുന്നു. ഈ ലോകത്തെ പടച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അവർ പറയും. മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അവർ പറയും. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അവർ പറയും. ഖുർആൻ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ യുഅ്മിനു വക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. മക്കക്കാരിൽ ഭൂരിഭാഗത്തിനും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസം ശിർക്ക് കലർന്ന വിശ്വാസമാണ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. സട്ടാവും സംരക്ഷകനും ഭക്ഷണം നൽകുന്നവരും മഴ വർഷിപ്പിക്കുന്നവരും എല്ലാത്തിനും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അവനാണെന്ന് വിശ്വസിക്കുന്നു. അവൻ ഖാലിഖാണ്, റാസിഖാണ്, മാലിക്കാണ്. പക്ഷേ ആരാധ്യൻ ഇലാഹ് അത് അവൻ മാത്രമല്ല. ലാത്ത നമ്മുടെ ഇലാഹല്ലേ, ഉസ്സ നമ്മുടെ ഇലാഹല്ലേ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമ്മുടെ ഇലാഹല്ലേ. എന്നിട്ട് മുഹമ്മദ് എന്താ പറയുന്നത്? ഇലാഹ് അല്ലാഹു മാത്രം. ആ മാത്രം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അതാണ് അവന്റെ പ്രശ്നം. അല്ലാഹു ആരാധനക്കർഹനാണ്, ഇബ്രാഹിം നബി അർഹനാണ്. അല്ലാഹു ഇലാഹാണ്, ഇബ്രാഹിം നബി ഇലാഹാണ്, ലാത്തയും ഇലാഹാണ് എന്ന് സമ്മതിച്ചു കൊടുത്ത പ്രശ്നം തീർന്നു. അതാണ് അവർ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എന്തു പറ്റി മുഹമ്മദിനെ? എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒറ്റ ഇലാഹാക്കിയോ അവൻ? ഇതൊരു അത്ഭുതമുള്ള കാര്യം തന്നെ എന്നാണ് അവർ അത്ഭുതം പ്രകടിപ്പിച്ചതായിട്ട് ഖുർആൻ സൂറത്ത് സ്വാദിൽ പഠിപ്പിക്കുന്നത്. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ച് പിന്മാറും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അബൂജഹൽ അംഗീകരിക്കാത്തത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്തുകൊണ്ട് അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നത്? അബൂജഹൽ ഇലാഹിന്റെ അർത്ഥം അറിയാം. നമ്മുടെ ഖൗമിൽ പലർക്കും ഇലാഹിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ലെന്ന്, ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ. അല്ലല്ലാതെ വേറെ ആരും ഇലാഹില്ല. വൈദ്യശേഖ് ഇലാഹാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മമ്പറന്തങ്ങൾ ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊനമ്പത്തെ ബീവിയും പുത്തമ്പള്ളിയിലെ മൂപ്പരും ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതാണ് ന്യായം. സാധാരണക്കാർ പെട്ടുപോയത് അതിലാ. അപ്പൊ ഇലാഹു അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മമ്പറത്തെ തങ്ങളേന്ന് വിളിച്ചാ ശിർക്കാവൂല. ഇലാഹു അല്ലാഹു എന്ന് വിശ്വസിച്ചുകൊണ്ട് പുത്തമ്പള്ളിയിലെ മൂപ്പരേ കാക്കണേന്ന് പറഞ്ഞാ ശിർക്കാവൂല. കണ്ടോ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദ്, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനുമുള്ള പൊതു പേരാണത്. നിങ്ങൾ കല്ലിനെ ആരാധിച്ചാൽ കല്ല് ഇലാഹായി, നിങ്ങൾ കാഞ്ഞരക്കുറ്റി ആരാധിച്ചാൽ കാഞ്ഞരക്കുറ്റി ഇലാഹായി, നിങ്ങൾ പശുവിനെ ആരാധിച്ചാൽ പശു ഇലാഹായി, നിങ്ങൾ തങ്ങളെ ആരാധിച്ചാൽ തമ്പുരാൻ ആരാധിച്ചാൽ തങ്ങളും തമ്പുരാനും ഇലാഹായി. പിന്നെ ഇലാഹി എന്നതിന്റെ മേലെ മുതുകുമെതിയെ ഒട്ടിക്കണമെന്നില്ല. അത് ആരാധ്യനായി. ആരാധന അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധന അല്ലാഹുവിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും നിങ്ങൾ അർപ്പിച്ചാൽ അർപ്പിക്കപ്പെട്ട വസ്തു ഇലാഹായി മാറിക്കഴിഞ്ഞു. അർപ്പിച്ചവൻ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്ന മുശ്രിക്കായി. യാതൊരു സംശയമല്ല. ഇത് നമ്മൾ പഠിക്കണം, ഇത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവൻ ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി എഴിഞ്ഞു പോകും. ജാഹിലിയത്ത് പഠിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ അബൂജഹലിന്റെ കാര്യം പറയുന്നത്? നിങ്ങൾ അബൂജഹലിന്റെ മാർക്കം കൂട്ടുകയാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, മാർക്കം കൂടിപ്പോയ പലർക്കും ഇസ്ലാം പഠിപ്പിക്കാൻ അബൂജഹലിന്റെ പ്രതീകത്തെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അബൂജഹൽ ആരാണ്? മുഹമ്മദ് നബി വന്നപ്പോ അല്ലാഹുവാണ് ഖാലിഖ് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ സംശയിച്ചിട്ടില്ല. അല്ലാഹുവാണ് റാസിഖ് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ സംശയിച്ചില്ല. അല്ലാഹു ഇലാഹാണെന്ന് പറഞ്ഞപ്പോഴും സംശയമല്ല. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സംശയം. ആ മാത്രം ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. നിങ്ങൾക്കറിയില്ലേ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞെന്താ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അല്ലാഹുവിന്റെ മഹത്വം കൽപ്പിക്കേണ്ട വിധം അവർ മഹത്വം കൽപ്പിച്ചില്ല. അല്ലാഹുവിനെ ആദരിക്കേണ്ട വിധം അവർ ആദരിച്ചില്ല. അല്ലാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം അവർ ബഹുമാനിച്ചില്ല. അല്ലാഹുവിനെ അറിയാത്തവരല്ല, അവർ അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല. അവർ തെറ്റായി മനസ്സിലാക്കി അല്ലാഹുവിനെ. മലക്കുകൾ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് അവർ പ്രചരിപ്പിച്ചു. അവർ മലക്കുകളെ പൂജിച്ചിരുന്നു, ജിന്നുകളെ പൂജിച്ചിരുന്നു, ഖബറുകളെ പൂജിച്ചിരുന്നു. അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. എന്താണ് അവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലിയ തൽബിയത്ത്? ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. നമ്മൾ ഹാജിമാർ ചൊല്ലുന്ന അതേ തൽബിയത്താണ് തുടക്കം.
അള്ളാഹുവേ, നിന്റെ വിളി കേട്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ ഹാജരായിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരും കൂട്ടുകാരുമില്ല. അവിടെ എത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, മതി മതി, നിർത്ത്, കദിൻ. ഇപ്പൊ ചില ആളുകൾ പറയുന്നു, അബൂജഹൽ പറയുന്ന അല്ല വേറെ, മുഹമ്മദ് നബി പറയുന്ന അല്ല വേറെ. അങ്ങനെയാണെങ്കിൽ റസൂല് അവന്റെ അള്ളാന്റെ വിളി കേട്ട് അവൻ വന്നതിന് റസൂലിന് എന്താ? അവനവിടെ പറഞ്ഞോട്ടെ, നിർത്ത് എന്ന് പറയോ? ഇല്ല, രണ്ടള്ളി ഒന്നായതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു മതി, അവിടെ വരെ നമുക്ക് തർക്കമില്ല. പക്ഷെ അവരതിന്റെ അപ്പുറത്തേക്ക് പോയി. ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ലെന്ന് പറഞ്ഞ ശേഷം ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാരൻ സ്വതന്ത്ര കഴിവുള്ള പങ്കുകാരനല്ല, അവൻ നിന്റേതാണ്, നിനക്കുള്ളതാണ്. ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. കണ്ടോ? എന്തിനാ അത് പറഞ്ഞത്? എന്തിനാ ഇത് പഠിപ്പിച്ചത്? ഞങ്ങൾ മണ്ണാർക്കാട് സംവാദത്തിൽ ചോദിച്ചു. സമദിയത്ത് എന്ന പുതിയ വാദവുമായി കാന്തപുരത്തിന്റെ സഖാഫിമാർ ഞങ്ങളുടെ മുമ്പിൽ വന്നു. 2004 വാദപ്രതിവാദത്തിൽ സമദിയത്തിന്റെ മുഖാമുഖം നടത്തി 200ഓളം മുഖാമുഖം നടത്തിയ ഹുങ്കിലാണ് അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും വന്നത്. ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അറിയോ? എന്താ സമദിയത്ത് പൊളിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. അവര് പറഞ്ഞു, അള്ളാഹു സമദാണ്, സ്വയം കഴിവുള്ളവനാണ്, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. ലാത്തയോ ഉസ്സയോ സ്വയം പര്യാപ്തനാണെന്ന് മക്കാർ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അവരും വിശ്വസിച്ച അള്ളാഹു മാത്രമാണ് സ്വയം പര്യാപ്തനാണ്. മൊയ്യദ്ദീൻ ഷേഖോ ബദരീങ്ങളോ സമദാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവാണ് സമദെന്ന് വിശ്വസിച്ചുകൊണ്ട് മൊയ്യദ്ദീൻ ഷേഖിനോട് ദുആ ചെയ്താൽ, ഇസ്തിഗാത്ത് നടത്തിയാൽ അത് ശിർക്കല്ലാത്ത വാദം. ഞങ്ങൾ ചോദിച്ചു, ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അവരാരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക്, ആരാധ്യന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നു, സ്വയം പര്യാപ്തതയും സ്വയം കഴിവും ആരോപിച്ചിരുന്നുവെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. മണിക്കൂറുകൾ നീണ്ടു നിന്ന സംവാദത്തിൽ അവർക്കത് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കാരണം തെളിവില്ലാത്ത വാദമാണത്. എന്നാൽ അവർ സമദിയത്ത് കൽപ്പിച്ചിരുന്ന അള്ളാഹുവിന് തന്നെയായിരുന്നു. ആരെ? അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ പോലും. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നബിയേ, അള്ളാഹു ഏകനാകുന്നു. അല്ലാഹു അസ്സമദ്, അവൻ അസ്സമദാകുന്നു. എന്തിനാ അവിടെ അലിഫ്ലാം പറഞ്ഞത്? മുഫസ്സിരികൾ പറഞ്ഞു, ഹാദാ കാന മഅലൂമൻ ലിൽ അറബ് ബൽ ലിഅക്തരിൽ ഖൽഖ്, അല്ലാഹു സ്വയം പര്യാപ്തനും സ്വയം കഴിവുള്ളവനാണ് എന്ന കാര്യം അറബികൾക്കറിയാമായിരുന്നു. അല്ല, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഭൂരിപക്ഷത്തിനും അതിനെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പൊ അള്ളാഹ് സമദാണെന്ന് തന്നെ അബൂജഹലും വിശ്വസിച്ചത്. ലാത്ത സമദാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഉസ്സ സമദാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇവർ പറയുന്നതോ അള്ളാഹ് സമദാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിന്റെ പടപ്പുകൾ ആരാധിച്ചത് ശിർക്കാവൂലെന്നാ. അപ്പൊ അബൂജഹൽ മുശ്രിക്കല്ല എന്ന് പറയേണ്ടി വരും. കണ്ടോ പോക്ക്? ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ഖുർആൻ വരെ ദുർവ്യാഖ്യാനം ചെയ്ത് പുസ്തകം ഇറക്കിയിട്ടുള്ള ആളുകൾ, ശിർക്കിനെ ഖുർആനിലൂടെ ന്യായീകരിക്കുന്ന ആളുകൾ, അവർ അബൂജഹലിനെ പറ്റി പഠിക്കണം. അബൂജഹൽ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ച നേർന്നിരുന്നു. വേണ്ട, അബൂജഹലും കൂട്ടരും കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ കാറ്റും കോളും പിടിപെട്ട് അപകട സന്ധിയിൽ അകപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിച്ചത് ആരോടാ? വിഷമസന്ധിയിൽ അകപ്പെടുന്ന ഘട്ടങ്ങളിൽ, ഉത്തരം കിട്ടേണ്ട ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. എന്നാൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാലോ അപ്പോൾ അവരതാ അവൻ പങ്കു ചേർക്കുന്നു, ശിർക്ക് വെക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വിഷമഘട്ടത്തിൽ അകപ്പെട്ടവന്, വിഷമസന്ധികളിൽപ്പെട്ടവന് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? അവന്റെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ അവരോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു നേർച്ച നേർന്നു. എന്താ നേർച്ച? ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കണം, ദുആയും ദിക്റും ഒക്കെ ആയിട്ട് അവിടെ തന്നെ കഴിച്ചു വിട്ടതാ ഇഅ്തികാഫ്. എന്നാൽ റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ നേർച്ച നിറവേറ്റിക്കോളൂ എന്നാ പറഞ്ഞത്. മുസ്ലിയാക്കന്മാർ ഇപ്പൊ പറയുന്നത് മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളാഹ് വേറെയാണെന്നാ. റസൂൽ പഠിപ്പിച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്താ റസൂൽ പറയേണ്ടത് ഉമറിനോട്? ഉമറേ, നിങ്ങൾ പണ്ട് ജാഹിലിയ കാലത്ത് വിശ്വസിച്ച അള്ളാഹ് വേറല്ലേ, ആ അള്ളാഹ്ക്കല്ലേ നേർച്ചയാക്കിയത്, അത് പോട്ടേന്ന് ഇപ്പൊ നിങ്ങൾ വേറെ അള്ളാഹ്നാണ് വിശ്വസിക്കണത് എന്ന് പറഞ്ഞു. അല്ല, അതേ അള്ളാഹു തന്നെ എപ്പോഴും നിങ്ങൾ വിശ്വസിക്കണത്. അതുകൊണ്ട് ജാഹിലിയത്തിലെ നേർച്ചകൾ വീട്ടിക്കോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അള്ളാഹു എന്ന വാക്ക് മറ്റൊരു ദൈവത്തിനും മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല എന്ന് പള്ളി ദർസിൽ ഓതുന്ന തഫ്സീറുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ തൗഹീദിനെ കറതീർത്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്.
മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുകയാണ്. അത് തുറന്നു പറഞ്ഞ് അതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തി അവരെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, സഹപ്രവർത്തകരിൽ പലരും ഇത്തരം ശിർക്കുകൾ, ഗുരുതരമായ ഈ കുറ്റം തെറ്റാണെന്നോ കുറ്റമാണെന്നോ മനസ്സിലാക്കാതെ അതൊക്കെ മഹാന്മാരോടുള്ള ബഹുമാനമല്ലേ, അതൊക്കെ കാരണവന്മാരായി പഠിപ്പിച്ചതല്ലേ, അതിലെന്താ തെറ്റ്, അതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവരുണ്ടാകും. അത്തരം ആളുകൾക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് എന്താ? അല്ലക്ക, നിങ്ങൾ എന്തിനാ മൊയ്യദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് വിളിക്കണത്? നൂറ്റാണ്ടുകൾക്കും ഇറാഖിൽ മരിച്ചുപോയ മൊയ്യദ്ദീൻ ഷേഖ്, അദ്ദേഹം നിങ്ങളെ വിളിക്കൾക്കോ? നിങ്ങളെ സഹായിക്കോ? നിങ്ങളെ മനസ്സിലുള്ള കാര്യം അദ്ദേഹത്തിന് അറിയോ? നിങ്ങൾ ചോദിച്ചത് തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം ഉടനെ പ്രതികരിക്കും, മോനെ, നമ്മളാരും മൊയ്യദ്ദീൻ ഷേഖ് പടച്ചോനാന്ന് വിശ്വസിക്കുന്നില്ല. നമ്മളാരും ഈ ലോകത്തെ പടച്ചതും സംരക്ഷിക്കുന്നതുമൊക്കെ ഷേഖവറുകളാണെന്ന വിശ്വാസമുള്ളവരല്ല. മറിച്ച് അല്ലാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല, അല്ല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുകയാണ്. അവിടെ നമുക്ക് ചോദിക്കണം, ഇതന്നല്ലേ അബൂജാലും വിശ്വസിച്ചത്? ഇബ്രാഹിം നബിക്കും ലാത്തക്കും മുസ്സക്കും ഒന്നും അള്ളാഹു കൊടുത്ത കഴിവല്ല, അവരെ സ്വന്തം കഴിവാണ് എന്ന് അവരാരെങ്കിലും വിശ്വസിച്ചിരുന്നോ? ഇല്ല. എങ്കിൽ നമ്മളും ആ തലത്തിലാണ് ഇപ്പൊ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാർക്ക് സ്വയം കഴിവില്ല, പടച്ചവൻ കൊടുത്ത കഴിവാണ്. പടച്ചവൻ ആർക്കെങ്കിലും പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയുമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. പിന്നെ പറയാൻ എന്താണെന്നറിയോ? നമ്മളൊക്കെ പാപികളല്ലേ, ദോഷികളല്ലേ, തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നവരല്ലേ, അറിഞ്ഞുമറിയാതെയും പല അബദ്ധങ്ങളും സംഭവിക്കാറില്ലേ? അപ്പോ മഹാനായ അല്ലാഹുവിനോട്, പരമപരിശുദ്ധനായ റബ്ബിനോട് പാപിയായ ദോഷിയായ ഞാൻ എങ്ങനെ നേർക്കുനേരെ പ്രാർത്ഥിക്കും? അതുകൊണ്ട് അവന് പ്രിയപ്പെട്ട അംബിയ, ഔലിയ പോലെയുള്ള അവന്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ കാര്യം പറയുക. അവർ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനവും പദവിയും ഉള്ളവരാണ്. അവർ അവരുടെ സ്ഥാനവും പദവിയും ഉപയോഗപ്പെടുത്തി നമ്മുടെ കാര്യം നേടിത്തരും. അതുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, മൊയ്യദ്ദീൻ ഷേഖ്, ബദരീങ്ങള്, മമ്പറത്തങ്ങള്, മൊനമ്പത്ത ബീവി, പുത്തമ്പള്ളിയിലെ മൂപ്പര്, ഏർവാടി ഷേഖ്, നാഗൂർ ഔലിയ, അജ്മീറിലെ ഖോജ, ഇവരൊക്കെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് അവരോട് നമ്മുടെ കാര്യം പറഞ്ഞാൽ അവരത് കേട്ടിട്ട് അവർ പടച്ചവന്റെ അടുത്തുള്ള സ്ഥാനം, മഹിമകൾ ഉപയോഗപ്പെടുത്തി, പടച്ചവന്റെ അടുത്തുള്ള പദവികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ കാര്യം നേടിത്തരും. ഇത് തന്നെയല്ലേ മക്കത്തുള്ളവരും പറഞ്ഞത്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവർക്ക് ആരാധന ചെയ്യുന്നത് ഇവർ ഞങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു. ഞങ്ങളൊക്കെ അകന്നവരല്ലേ. മുസ്ലിയാക്കന്മാർ ചിലപ്പോൾ ജനങ്ങളോട് നാടൻ ഉദാഹരണം പറഞ്ഞിട്ട് ആളുകളെ മനസ്സിൽ ഈ ശിർക്കിനങ്ങ് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ കണ്ടോ, ഹൈ വോൾട്ടേജ്, ഹൈ ടെൻഷൻ വോൾട്ടേജ് ഉള്ള ഒരു ട്രാൻസ്ഫോർമർ, അവിടെ പോയിട്ട് നമുക്ക് പ്ലഗ് കുത്താൻ പറ്റുമോ? പറ്റൂല. അവിടെ അപായ ചിഹ്നം എഴുതി വെച്ചിട്ട് കമ്പി വേലി കെട്ടിയിട്ടുണ്ടാകും. അവിടേക്ക് കടക്കാൻ പോലും പാടില്ല. അതിൻ്റെതായ പ്രത്യേക ഉദ്യോഗസ്ഥരെ അങ്ങനത്തെ ട്രാൻസ്ഫോർമറുകളുള്ള ആ വലിയ വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് കടക്കാറുണ്ട്. പിന്നെ നമുക്കത് പ്ലഗ് കുത്തണമെങ്കിൽ എന്ത് വേണം? കുറെ ട്രാൻസ്ഫോർമറുകൾ കൊടുത്ത് കുറെ ഫ്യൂസുകളിലൂടെ കടത്തിവിട്ട് ആ ഹൈ ടെൻഷൻ വോൾട്ടേജിനെ കിട്ടി റെഡ്യൂസ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് 210 110 ഒക്കെ ആക്കിയിട്ട് നമ്മള് പ്ലഗിലെത്തണം. അപ്പൊ ഞമ്മക്ക് കുത്താ. അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്ഫോർമറിന് നേരിട്ട് പ്ലഗ് കുത്തിയാൽ കുത്തിയോനും നമ്മൾ കുത്താൻ നിന്നെടുത്തോനും പോലും വയറ് ഒന്നായിട്ട് പീസായി പോകും. അതുപോലെ മഹാനായ അല്ലാഹുവിന്റെ അടുക്കൽ പ്ലഗ് കുത്താൻ മാത്രം നമുക്ക് യോഗ്യതല്ല. നമ്മൾ ഇവിടുത്തെ നാടൻ വോൾട്ടേജ് ഉള്ള മൊയ്യദ്ദീൻ ഷേഖ്, മമ്പർത്തങ്ങള്, പുത്തമ്പള്ളി മുപ്പർ അവിടെയൊക്കെ പ്ലഗ് കുത്തുക. അവര് പോയിട്ട് ഹൈ ടെൻഷൻ വോൾട്ടേജ് അങ്ങോട്ട് കുത്തിക്കോളും. അവർക്ക് കണക്ഷൻ ഉണ്ട്. ഇതല്ലേ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത്? ചിലപ്പോ പറയും, നമ്മളിപ്പോ മന്ത്രിയെ കാണണമെങ്കിൽ നേരിട്ടങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ മന്ത്രിന്റെ ഓഫീസിലേക്ക്? ഇല്ല. ചാവക്കാട്ട് മന്ത്രിയുടെ പാർട്ടി ഓഫീസിൽ ആദ്യം പോണം. എനിക്ക് നിങ്ങളെ മന്ത്രി ഒന്ന് കാണണം. ഓ ശരി. പാർട്ടി ഓഫീസിൽ നിന്ന് കത്ത് വാങ്ങി, പാർട്ടിയുടെ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ ഒപ്പുവാങ്ങി, മണ്ഡലം നേതാവിനെ പിടിച്ച്, ജില്ലാ നേതാവിനെ പിടിച്ചിട്ട്, സംസ്ഥാന നേതാവിനെ പിടിച്ചിട്ട്, പ്രൈവറ്റ് സെക്രട്ടറിക്ക് കത്ത് വാങ്ങിയിട്ട്, ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ട് അവരെ വസീലാക്കിയിട്ടാ കാണുക. നേരെ കാണാൻ പറ്റൂല. അതുപോലെയാണ് മഹാന്മാരെ ഞങ്ങൾ ഇടയാളരാക്കുന്നത് എന്ന് പറയും. എന്തൊക്കെ ന്യായങ്ങൾ അത് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഉദാഹരണങ്ങളൊന്നും അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. അല്ലാഹുവിന് നിങ്ങൾ ഉദാഹരണം പറയല്ല കേട്ടോ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിവില്ലാത്തവരാണ്. രാജാവിനെ കാണണമെങ്കിൽ രാജസദസ്സിലുള്ളവരെ മണിയടിച്ച്, അവരെ സോപ്പിട്ട് പിടിച്ച്, അവർക്ക് എന്തെങ്കിലും ചിക്കിളി കൊടുത്ത് രാജാവിനെ സ്വാധീനിക്കുന്നത് പോലെയാണ്
നമ്മൾ ഈ നക്ഷത്രങ്ങളെ പൂജിക്കുന്നു, ഗ്രഹങ്ങളെ പൂജിക്കുന്നു. അവരൊക്കെ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിന്റെ സദസ്സിലെ പ്രജകൾ പോലെയാണ്, ആ സദസ്സിലുള്ള സേവകന്മാരെ പോലെയാണ് എന്ന് പണ്ടത്തെ മുശ്രിക്കുകൾ ന്യായം പറഞ്ഞപ്പോ അതിന് കൊടുത്ത മറുപടിയാ ഖുർആൻ. അള്ളാഹ് നിങ്ങൾ ഉദാഹരണം പറയല്ല കേട്ടോ, അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയാത്തവരാണ് എന്ന്. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ന്യായം എന്തായിരുന്നു മക്കക്കാര് പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാകുന്നു. നമ്മള് നാളെ പരലോകത്തെത്തുമ്പോ നമ്മളെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലാക്കാൻ ഇവർ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ശഫാഅത്ത് ചെയ്യും. മഹാന്മാരായ ആളുകൾ ശഫാഅത്ത് ചെയ്തിട്ട് നമ്മളെ പരലോകത്തെ രക്ഷപ്പെടുത്തും. അതിനു വേണ്ടിയാണ് വൈദ്യ ശേഖ് നമ്മളെ ശഫാഅത്ത് ചെയ്യുന്ന മഹാനാണ്. മമ്പർത്തങ്ങൾ നമുക്ക് ശഫാഅത്ത് ചെയ്യും. ഈ മധ്യവർത്തികളെ വെച്ചിട്ട് ആ മധ്യവർത്തികളോട് പ്രാർത്ഥിക്കുന്നത് മധ്യവർത്തികൾ നമുക്ക് ശുപാർശക്കാരായി വരുന്നത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ഈ സമുദായത്തിൽപ്പെട്ട എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ഈ വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഈ രണ്ട് വാദവും ഇന്നുമില്ലേ? ഇന്നും നമ്മുടെ ആളുകൾ പറയുന്നില്ലേ, ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഇവർ ഞങ്ങളെ ശുപാർശക്കാരനാണ്. എന്നാ സുഹൃത്തുക്കളെ, സൂറത്ത് സുമറിലെ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അത് പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അള്ളാഹു അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ വിധി പറയുന്നു. ഒരിക്കലും വ്യാജം പറയുന്നവനെയും നന്ദി കെട്ടവനെയും അള്ളാഹു സന്മാർഗത്തിലാവുകയില്ല. ആരാണ് ഇവിടെ കാദിബും കഫാറും? മധ്യവർത്തി വാദം ഉന്നയിച്ചവൻ. പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മധ്യവർത്തികളെ വെച്ചിട്ട് മധ്യവർത്തികളോട് പ്രാർത്ഥിക്കണം, മധ്യവർത്തി എന്നിട്ട് പടച്ചവന്റെ അടുത്ത് കാര്യം നേടിത്തരണം എന്ന ഇടയാളവാദക്കാരൻ അവൻ കാദിബാണ്, കള്ളം പറയുന്നവനാണ്. കഫാറാണ്, നന്ദി കെട്ടവനാണ്. കാരണം അള്ളാഹു നമ്മോട് അടുത്തവനാണ്. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എന്റെ റബ്ബ് അടുത്തവനും ഉത്തരം നൽകുന്നവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മധ്യവർത്തി സങ്കല്പം അത് അബൂജഹലിന്റെ വാദമാണ്. അതൊരിക്കലും മുസ്ലിം ഉമ്മത്തിന്റെ വാദമല്ല. മുസ്ലിം ഉമ്മത്ത് അവിടേക്ക് പോകാൻ പാടില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, വലിയ പുരോഗമനത്തിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഒരുപാട് കോടികൾ ചെലവഴിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെ അവർ സലാത്ത് നഗറുകൾ നടത്തുന്നു. സലാത്ത് നഗറുകൾ നടത്തുന്നത് എന്തിനാ? റമദാനിൽ അവസാനത്തെ 10 റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളെ തങ്ങളെ മദീനത്ത് കിടക്കുന്ന തങ്ങളെ കാണുന്നില്ല, തങ്ങളെ എത്ര നേരായി വന്ന് നിൽക്കുന്നു, തങ്ങളെ കെട്ടിക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്, തങ്ങളെ കടം കൊണ്ട് വലിയ സാധുവാണ്, തങ്ങളെ ഖതാദർ റളിയല്ലാഹു അൻഹു കണ്ണു വെച്ച് കൊടുത്ത തങ്ങളെ തങ്ങളെ എന്ത് കാര്യമാണ്? നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഈ ഭക്തി ഉണ്ടോ? ഇല്ല. എന്താണ് ഇബാദത്ത്? പൂർവസൂരികളൊക്കെ പറഞ്ഞു എന്ത്? അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. വിനയത്തിന്റെ അങ്ങേയറ്റം നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. പ്രഖ്യാപിക്കുക നബിയെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല, മറ്റാരെയും ഞാൻ പങ്കുചേർക്കുകയില്ല, ഒരാളെയും ഞാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുകയില്ലെന്ന് ഉമ്മത്തിനോട്, മുസ്ലിം സമുദായത്തോട് അല്ല മനുഷ്യ സമുദായത്തോട് പ്രഖ്യാപിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. നോക്ക് നിങ്ങൾ, എത്ര ആളുകളാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി. തമിഴ്നാട്ടിലും പാലക്കാടിലെ കിഴക്കൻ മേഖലയിലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുബ്ഹാന മൗലിദ്, അതിൽ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് യാ ഹബീബി യാ മുഹമ്മദ് യാ റൂസൽ ഖാഫഖൈനി, ഹബീബായ നബിയേ മുഹമ്മദ്, പൂർവ്വ പശ്ചിമ ഭാഗങ്ങളുടെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ എന്ന് വിളിച്ചിട്ട് പറയാണ്, അന്ത ഗഫാറുൽ ഖതായ, താങ്കളാണ് എല്ലാ പാപങ്ങളും മതിയായി പൊറുക്കുന്ന ഗഫാർ, വദ്ദുനൂബിൽ മുബിഖാതി, നാശകരങ്ങളായ കുറ്റങ്ങളെ ക്ഷമിച്ചു തരുന്നവരും നിങ്ങളാണ്, അന്ത സത്താറുൽ മസാവി, വിഷമങ്ങളൊക്കെ മൂടി വെച്ച് മാപ്പാക്കുന്നതും നിങ്ങളാണ്, വമുഖീലുൽ അസറാത്തി, പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്നവരും പൊറുക്കുന്നവരും നിങ്ങളാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മുസല്ല വിരിച്ച് ഊതുബത്തി കത്തിച്ചു വെച്ച് തലയിൽ മുണ്ടിട്ട് ഒതുവെടുത്ത് ഭക്തി ഭവ്യതയോടെ ചൊല്ലുകയും ചൊല്ലിക്കുകയുമാണ്. ഉസ്താദ് ചൊല്ലുമ്പോ വീട്ടുകാരൻ ബഹുമാനത്തിന് ജവാബ് ചെല്ലാൻ കുത്തിരിക്കുകയാണ്. കണ്ടങ്ങള്, ആരാ പാപം പൊറുക്കുന്നവൻ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു പാപങ്ങളൊക്കെ പൊറുക്കും. അവൻ പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധി അത്രേ.
അതുകൊണ്ട് എന്ത് വേണം? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിരുവിട്ട് പ്രവർത്തിച്ച തെറ്റുകൾ ഏറ്റമേറ്റം ചെയ്ത എന്റെ അടിമകളോട് പറയൂ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ആശമുറിയല്ല കേട്ടോ, നിങ്ങൾ നിരാശരാകല്ല കേട്ടോ. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തരും. അതുകൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. വഅസ്ലിമൂ ലഹു, അവന് നിങ്ങളെല്ലാം സമർപ്പിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് അതാണ് വേണ്ടത്. ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100ഓളം തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. അപ്പൊ തൗബ ചെയ്ത് മടങ്ങേണ്ടത് ആരിലേക്കാ? അള്ളാഹുവിലേക്കാണ് ഖേദിച്ചു മടങ്ങേണ്ടത്. റസൂല പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളെ പാപം പുറത്തു തരാമെന്നല്ല. അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് പാപം പൊറുക്കുവാൻ, കുറ്റങ്ങൾ മാപ്പാക്കുവാൻ? റബ്ബി റബ്ബനാ അല്ലാഹുമ്മ എന്നല്ലാതെ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്നൊരു പ്രാർത്ഥന സഹാബികളാരും നടത്തിയത് നമുക്ക് കാണാൻ സാധ്യമല്ല. പുണ്യ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് പല ആവശ്യങ്ങളും നേരിട്ടിട്ടുണ്ട്. അവർ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടില്ല. റസൂൽ വഫാത്തായി പോയ ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ആരാണ് ഖലീഫ എന്ന തർക്കമുണ്ടായി. ആരെങ്കിലും പുണ്യ റസൂൽ വഫാത്തായിട്ട് ഭൗതിക ശരീരം മറവ് ചെയ്തിട്ട് പോലുമില്ല. അവിടെ പോയി ചോദിച്ചോ? റസൂലുള്ള വഫാത്തായതിനു ശേഷം മഴ കിട്ടാത്ത ക്ഷാമം പിടിച്ച വർഷമുണ്ടായി. ജീവിച്ചിരുന്ന കാലത്ത് അവിടുന്ന് മിമ്പറിൽ പ്രസംഗിക്കുമ്പോൾ പോയിട്ട് ദുആ ചെയ്യണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് ആവശ്യപ്പെട്ടോ, റസൂലെ നിങ്ങളൊന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ആവശ്യപ്പെട്ടില്ല. കാരണം എന്താ? അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, സഹാബത്ത് പഠിപ്പിച്ചത് അതാണ്. സഹാബികളുടെ സ്വഭാവം അതായിരുന്നു. സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഅ് വന്നഹ്യു അനിൽ ഇബ്തിദാഅ് എന്ന ഇത്തിബാഇന് കൽപ്പിക്കുന്ന, പടച്ചവന്റെ പ്രവാചകനെ പിൻപറ്റണമെന്ന് പഠിപ്പിക്കുന്ന, ബിദ്അത്തുകൾ പാടില്ലെന്ന് വിരോധിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ സുയൂത്തി പറയാണ്, വസ്സഹാബത്ത് റളിയല്ലാഹു അൻഹും ഖദ് അജ്ദബു മർറാത്ത് വദഹബത്തുഹും നവാഇബ് ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പലതവണ വരൾച്ചയിലകപ്പെട്ടു. അവർ പല കാലവിപത്തുകളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായി. ബഅദ മൗതിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം. അവരെന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് മഴയെ ചോദിച്ചില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിനോട് ഇസ്തിഗാഥ നടത്തിയില്ല? അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ആദരണീയൻ അദ്ദേഹമല്ലയോ? ബൽ ഖറജ ഫീഹി ഉമർ ബിൻ ഖത്താബ് ബിൽ അബ്ബാസ് അമ്മിൻ നബി, പ്രവാചകന്റെ എളാപ്പയായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വരൾച്ചയുണ്ടായ സന്ദർഭത്തിൽ പുറപ്പെട്ടു മുസല്ലയിലേക്ക് പോയി. ഇലൽ മുസല്ല ഫസ്തസ്ഖാ ബിഹി, അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വലം യസ്തസ്ഖു ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്ന് അവർ മഴയെ തേടിയിട്ടില്ല. എന്നിട്ട് സുയൂത്തി അവസാനിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ? ഫലാ തഅബുദു ഇല്ലാ ഇയ്യാ, അതുകൊണ്ട് അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വലാ തദ്ഉ ഇല്ലാ ഇയ്യാ, അവനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തസ്തഗിസ് ഇല്ലാ ബി, അവനോടല്ലാതെ നിങ്ങൾ ഇസ്തിഗാഥ നടത്തരുത്. വലാ തസ്തഈൻ ഇല്ലാ ബി, അവനോടല്ലാതെ നിങ്ങൾ ഇസ്തിആനത്ത് സഹായതട്ടം നടത്തരുത്. ഫഇന്നഹു ലാ മാനിയ ലിമാ അഅത, അവൻ നൽകിയത് തടയാൻ ആരുമില്ല. വലാ മുഅ്തിയ വലാ ളാറ വലാ നാഫിഅ ഇല്ലാ ഹുവ, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ, നിങ്ങളെ ഉപദ്രവങ്ങളെ തടയാൻ, ഉപദ്രവങ്ങൾ വരുത്താൻ അവനല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനഹു വ തആല, അവൻ എത്ര പരിശുദ്ധനാണ്, അത്യുന്നതനാണ്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവങ്കിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് സമസ്തക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടാറുണ്ടല്ലോ. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ? السنة ما سنه رسول الله والجماعة ما اتفق عليه أصحاب رسول الله صلى الله عليه وسلم في خلافة الأئمة الأربعة എന്ന് ജീലാനി തന്റെ കുഞ്ഞയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അത് അംഗീകരിക്കുന്നു. അസുന്ന എന്ന് പറഞ്ഞാൽ, അസുന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ള ശരിയാക്കി കാണിച്ചത്. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഏകോപിച്ചെടുത്ത തീരുമാനം. അത് രണ്ടും അംഗീകരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. നാട്ടുകാർ ഒരു സുന്നത്തുമായത്ത്, അതാണ് സംഗതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ വല്ല വകുപ്പുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും തന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും നബിയെ വിളിച്ച് നേടിയിട്ടുണ്ടോ? സഹാബികൾ ഏതെങ്കിലും ഘട്ടത്തിൽ തേടിയിട്ടുണ്ടോ? നിങ്ങൾ ഖുതുബിയത്ത് കഴിക്കുന്നു. ഖുതുബിയത്തിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അദാഇ ബിൽ മദദി. കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടക്കുമ്പോ നിങ്ങൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച നിങ്ങളുടെ മുസ്ലിയാർ ഓതിയത് ഖുതുബിയത്തിന്റെ വരികളാ. യാ സയ്യിദി, എന്റെ നേതാവേ, യാ സനദി, എന്റെ അവലംബമേ,
ഗൗസി വയാ മദദി, എന്റെ സഹായമേ. ആരാ? ഇതാ മുജാഹിദുകളാകുന്ന ഈ ശത്രുക്കൾക്കെതിരിൽ നീ എനിക്ക് സഹായിയാകണേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലേ? ഷറഫുൽ-അനാം എന്ന് പറയുന്ന കേരളക്കാർക്ക് പ്രിയപ്പെട്ട മൗലീദ്. ആ ഷറഫുൽ-അനാമിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ബൂസീരി ബുർദയിൽ പറഞ്ഞു എന്ത്? നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞ വാചകം നീ ഒഴിവാക്ക്. ദൈവപുത്രൻ എന്ന് നീ മുഹമ്മദ് നബിയെ കുറിച്ച് പറയല്ല കേട്ടോ. അതല്ലാത്ത മദ്ഹ്, അതല്ലാത്ത പ്രശംസ എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ എന്ന് ബൂസീന് ലൈസൻസ് കൊടുത്തു. എന്നിട്ടോ ദൈവപുത്രൻ എന്ന് പറയേണ്ട ദൈവം തന്നെ ആക്കിയാൽ എന്താ? മീമത്തെ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും അയിനറ്റ അറബി ഞാനെന്നോവർ. മഹമൂദ് മാല അറബിയിൽ നബിയെ പ്രശംസിച്ചുകൊണ്ട് ഉണ്ടാക്കിയാൽ അതിന് മൗലിദെന്നും, മലയാളത്തിൽ നബിയെ പ്രശംസിച്ചുണ്ടാക്കിയാൽ അതിന് മാലയെന്നും പറയുന്നു. ആ മാലയിലാ പറഞ്ഞത് മീമറ്റ അഹമ്മദ്. അഹമ്മദിലെ മീമ് പോയാൽ അഹദ്, അല്ലാഹു അഹദ് എന്നതുപോലെ റസൂൽ പറയും ഞാനും അഹദാണ്. പിന്നെ ഐനറ്റ അറബി, അറബി എന്ന് എഴുതിയിട്ട് അതിന് പോയാ പിന്നുള്ളത് റബ്ബ്, ഞാൻ അഹദാണ്, ഞാൻ റബ്ബാണെന്ന് റസൂൽ പറഞ്ഞു എന്നാ പറയുന്നത്. പിന്നെന്തിനാ? പിന്നെ ദൈവപുത്രനാക്കണോ? ദൈവം തന്നെ ആക്കിയില്ലേ. ഇനി നിങ്ങൾ നോക്ക്, റസൂലിനെ റബ്ബാക്കുന്ന വലിയ ഷറഫുൽ-അനാമില് അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. ബശീറും നദീറുമായ നബിയേ, അബ്ദുക അങ്ങയുടെ അടിമ, അൽ മിസ്കീനി പാവപ്പെട്ട അടിമ, യർജു ഫളലകൽ ജമ്മൽ ഗഫീർ അങ്ങയുടെ ധാരാളമായ കനിവും കൃപയും ആഗ്രഹിക്കുന്നു. അങ്ങയെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാനിതാ നന്നാക്കിയിട്ടുണ്ട് നബിയേ. അബ്ദുക നബിയെ, നിങ്ങൾ അടിമ. അടിമ ഉണ്ടാകണമെങ്കിൽ റബ്ബാകണ്ടേ? അപ്പൊ റസൂലിനെ ഇവിടെ റബ്ബാക്കി വരും. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യ പിന്നെ ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജവാബ് ചൊല്ലും. ചൊല്ലുന്നവനും ചൊല്ലിക്കുന്നവനും ഒന്നും അറിഞ്ഞോളണമെന്നില്ല ചിലപ്പോ. നബിയെ, നിങ്ങൾ എന്നെ സഹായിക്കണേ. വാജിർനി, നിങ്ങൾ എന്നെ രക്ഷിക്കണേ. യാ മുജീർ മിനസ് സഈരി, കത്തിക്കരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയേ. യാ ഗിയാസി, എന്റെ സഹായമേ. യാ മലാദി, എന്റെ അഭയ കേന്ദ്രമേ. ഫീ മുലിമാത്തിൽ മൂന്ന് പ്രയാസകരമായ സംഗതികളിൽ എന്റെ അഭയ കേന്ദ്രമേ. ആരെയാ വിളിക്കുന്നത്? റസൂലുള്ളാഹിനെ വിളിക്കുന്നത്. ഇതൊന്നും ശിർക്കല്ലെങ്കിൽ ലോകത്ത് ശിർക്ക് എവിടെയാണോ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഇത് ശിർക്കല്ലെങ്കിൽ എവിടെ പിന്നെ ശിർക്ക്? ഇതാണോ സുന്നി? ഇത് സുന്നിയല്ല. സുന്നി എന്ന് പറഞ്ഞ സുന്നത്തിനെ പിൻപറ്റുന്നവരാ, പ്രവാചക ചര്യയെ പിൻപറ്റുന്നവരാ. ഞാൻ ഓതി വെച്ച സൂറത്ത് അഹ്കാഫിൽ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നാളെ പരലോകത്ത് നടക്കുന്ന സംഗതിയാ പറയുന്നത്. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ ഏറെ വഴിപിഴച്ചവൻ മറ്റാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ഇവരുടെ ദുആയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അവർക്കറിഞ്ഞു ബർസഖി ലോകത്താണ്. മുയ്യദ്ദീൻ ശൈഖും അമരത്തങ്ങളും ബദരീകളും ഒക്കെ ബർസഖി ലോകത്താണ്. അവർ മരിച്ച് ബർസഖിൽ പ്രവേശിച്ചു. ഇനി അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പുനരുത്ഥാന നാളിലാണ് അവർ എഴുന്നേറ്റ് വരുന്നത്. അവർക്കറിഞ്ഞൂടാ അവരോട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അവരത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവർ അശ്രദ്ധരാണ്. വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അദാ, മനുഷ്യർ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ തള്ളിപ്പറയും. ആര് തള്ളിപ്പറയും? മുയ്യദ്ദീൻ ശൈഖ് തള്ളിപ്പറയും, ബദരീങ്ങൾ തള്ളിപ്പറയും, മുത്തനബി തള്ളിപ്പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരലോകത്തെ ആ രംഗം, ബീഭത്സമായ രംഗം. ഒരു വശത്ത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ക്രിസ്ത്യാനിയും ജൂതനും മുസ്ലിമും ഹിന്ദുവും എല്ലാവരെയും നിർത്തുന്നു. ഈ പിറത്ത് നേരെ മുഖാമുഖം അവർ ആരാധിച്ച മഹാന്മാരെ കൊണ്ടു നിർത്തുന്നു. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ നിങ്ങളെ വിളിച്ച് സഹായം തേടാൻ? അവർ പറയുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഈസാ നബി പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. മുയ്യദ്ദീൻ ശൈഖ് പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടോ, ഇവർ തമ്മിൽ ശത്രുക്കളായി മാറുകയാണ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞു എന്നുള്ള ഉസ്താദുമാർ പറഞ്ഞത്, അതനുസരിച്ചാണ് ഞങ്ങളത് ചെയ്തത്. കണ്ടോ, അള്ളാഹുവിന്റെ വർമ്മ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് ഖുർആൻ പറയാണ്, നിങ്ങൾ സഹായികളെന്ന് ജൽപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക. നിങ്ങളുടെ ദുരിതത്തെ നീക്കി തരാൻ അവർക്ക് കഴിയുകയില്ല. തൽക്കാലം അത് മറ്റൊരാളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ശമനം തരാൻ പോലും അവർക്ക് കഴിയില്ല.
അവർ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാർ അവർ തന്നെ തങ്ങളുടെ റബ്ബിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന മഹാന്മാരാണവർ. കണ്ടോ? അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരും അവന്റെ ശിക്ഷ ഭയപ്പെടുന്നവരുമാണവർ. നിന്റെ റബ്ബിന്റെ അദാബ് പേടിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് അൽ ഇസ്രായിൽ ആയത്ത് അവസാനിക്കുന്നത്. കണ്ടോ? ഇപ്പൊ എവിടെ എത്തി? മംഗലാപുരത്തി അടുത്ത് നടന്ന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ ചോദിച്ചു EK വിഭാഗം സമസ്തക്കാരോട്. എന്താ ചോദിച്ചത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നു. റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ റബ്ബിനോട് ചോദിക്കാണ്, പടച്ചവനെ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ. എന്നാൽ അവിടെ അള്ളാഹുവിന് പകരം യാ ശൈഖ് ജീലാനി അല്ലെങ്കിൽ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാൻ പറ്റുമോ? മുസ്ലിയാർ പറയാണ്, എന്താ അങ്ങനെ പറഞ്ഞാല്? ഷെയ്ഖിനെ ഷെയ്ഖാണെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഷെയ്ഖ് അള്ളാഹുവിന്റെ പോലെ ഖാലിഖാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി. ഈ ലോകത്തെ പഠിച്ചതും നമ്മളെ പഠിച്ചതൊക്കെ ഷെയ്ഖാണ് എന്ന് വിശ്വസിക്കാതെ ഷെയ്ഖിനെ ഷെയ്ഖായി കരുതിക്കൊണ്ട് വലിയാണെന്ന് മഹാനാണെന്ന് എന്ന് കരുതിക്കൊണ്ട് വിളിച്ചാൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അവിടെ വെച്ച് ഒരു കൂസലുമില്ലാതെ ഒരു മുസ്ലിയാർ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അബൂജഹൽ വിശ്വസിച്ചിരുന്നോ ലാത്ത ഖാലിഖാണെന്ന്, ഉസ്സ ഖാലിഖാണെന്ന്, ഇബ്രാഹിം നബി ഖാലിഖാണെന്ന് ഉത്ബത്തും ശൈബത്തും മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നോ? അപ്പൊ അവർ ചെയ്തത് ശിർക്കല്ല എന്നല്ല വരുന്നത്. ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ ആ മക്കക്കാരോട് ചോദിച്ചാൽ മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? ലയഖൂലുന്ന, അവർ ഉറപ്പിച്ചു പറയും, ഖലഖഹുന്നൽ അസീസുൽ അലീം, അജയ്യനും സർവജ്ഞാനിയുമായ അല്ലാഹുവാകുന്നുവെന്ന് അവർ ഉറപ്പിച്ചു പറയുമെന്നാ ഖുർആൻ പറയുന്നത്. നോക്കണം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ച ഖാലിഖാനാണെന്ന് നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹു ആണെന്ന് അവർ ഉറപ്പിച്ചു പറയും. അപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ ഖാലിഖ് ആരാന്നാ വിശ്വസിച്ചത്? ആരെന്നാ വിശ്വസിച്ചത്? ഖാലിഖ് അല്ലാഹു ആണെന്നാ വിശ്വസിച്ചത്. ലാത്തയല്ല, ഉസ്സയല്ല, അല്ലെങ്കിൽ വദ്ദല്ല, സുവാ അല്ല. എന്നിട്ടും അവർ ചെയ്തത് ശിർക്കായി, അവർ മുശ്രിക്കായി. എന്നിട്ട് മുസ്ലിയാക്കന്മാർ കൂസലേതുമില്ലാതെ കൗമിന്റെ മുമ്പിൽ വെച്ച് തട്ടിവിടുക. പേരോടിന് പോലും ധൈര്യം കിട്ടിയിട്ടില്ല. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അള്ളഹാനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞാലും കുടുങ്ങി, പറ്റൂലെന്ന് പറഞ്ഞാലും കുടുങ്ങി. മർമ്മത്തിലുള്ള ചോദ്യ. അള്ളഹാനോട് ചോദിക്കണ എല്ലാ കാര്യവും അള്ളാന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂന്ന് പറഞ്ഞാൽ എന്തായി? അള്ളഹാനെ പോലെ തന്നെ അള്ളാന്റെ പടപ്പുകളെന്ന് വന്നില്ലേ? അത് പറഞ്ഞാൽ കുടുങ്ങി. പറ്റൂല എന്ന് പറഞ്ഞാലോ? അപ്പൊ എന്നാ പിന്നെ പറ്റണതേതാ പറ്റാത്തതേതാ നിങ്ങൾ പറഞ്ഞു തരും. അതന്നെ നമ്മൾ തമ്മിലുള്ള തർക്കം. അതുകൊണ്ട് പേരോട് അവിടെ ഒരു ഉരുണ്ട് കളി. എന്താണ്? ആരാ പറഞ്ഞങ്ങനെ അള്ളഹാനോട് ചോദിക്കേണ്ടത്, പടപ്പുകളോട് ചോദിക്കണം? ഇങ്ങനെ ചോദ്യം രണ്ടുണ്ട്. ആരാ പറഞ്ഞത്? നിങ്ങൾ അതിന്റെ ലിസ്റ്റ് ഒന്നും നിങ്ങൾ തരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട്. മുമ്പർക്ക് പറയാൻ വയ്യ. എന്നാൽ അതേ ചോദ്യം മറ്റൊരു രൂപത്തിൽ ഇവിടെ ചോദിച്ചത് അള്ളഹാനോട് മാത്രം ചോദിക്കണ ചോദ്യമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് അള്ളാന്റെ പടപ്പുകളിൽപ്പെട്ട ജീലാനിയോട് ചോദിക്കാൻ പറ്റുമെന്ന ചോദ്യം. പക്ഷെ AP വിഭാഗം പോലും അല്പം പറയാൻ മടിച്ചത് കുറച്ചൊക്കെ മൃദുല സുന്നി എന്ന് പറയുന്ന EK കാരൻ കൂസലേതുമില്ലാതെ തുറന്നടിക്കാണ്. എന്താ വിളിച്ചാല്, എന്താ ചോദിച്ചാല് ഖാലിഖ് അല്ലാണെന്ന് വിശ്വസിച്ചിട്ട് ഷെയ്ഖ് ഖാലിഖ് അല്ല, ഷെയ്ഖിനെ ഷെയ്ഖാണെന്ന് കരുതിക്കൊണ്ട് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. നോക്കണം നിങ്ങൾ, ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നിർത്താറായോ? ചില ആളുകൾ പറയും, ഒരു നൂറ്റാണ്ടായില്ല തൗഹീദ് പണി, ഞങ്ങൾ നിർത്തിക്കൂടെ? ഇത് നിർത്താൻ പറ്റുള്ള സഹോദര. മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമായ ദിശയിലേക്കാണ്. ഏകദൈവ സിദ്ധാന്തത്തിന്റെ ആളുകൾ ഇന്ന് ബഹുദൈവത്വത്തിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അതിലേക്ക് ഞങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. കണ്ടോ? സഹാബികളെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആ വേദക്കാർ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. സഹാബത്തിന്റെ പിൻഗാമികൾ വളർന്ന് അവകാശപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം സഹാബത്തിന്റെ വിശ്വാസം ഒരുപോലെയാണോ? ഒരു മുസ്ലിയാരോട് ഒരുപാട് കാലം ദർസ് നടത്തിയ ഒരു ബാഖവിയോ അതല്ലെങ്കിൽ വല്ലോ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ ഡിഗ്രി എടുത്ത MFP കാരനോട് ചോദിക്കണം, അയിനല്ല, അല്ല എവിടെ? എന്താ പറയാ? അല്ലാഹ് ഫി കുല്ലി മക്കാൻ, എല്ലായിടത്തും അല്ലുണ്ട്. എന്നിട്ട് പറയും പാലിലെ വെണ്ണ പോലെയെന്ന്. പാലിലെ വെണ്ണ കടഞ്ഞാലെങ്കിലും കിട്ടും. ഇതങ്ങനെ എല്ലായിടത്തും അല്ലുണ്ട്. എല്ലായിടത്തും അല്ലുണ്ടോ? കക്കൂസിൽ അല്ലുണ്ടോ? കള്ളുഷാപ്പിൽ അല്ലുണ്ടോ? എന്താ ഈ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. എന്നാൽ നിങ്ങൾ നോക്ക്, ആട് നോക്കി നടന്നിരുന്ന ഒരു അറബി പെണ്ണിനോട്
അടിമപ്പെണ്ണിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. അടിമയെ തല്ലി അടിമപ്പെണ്ണിനെ പ്രഹരിച്ചു. അന്ന് അടിമ സമ്പ്രദായമുള്ള കാല. സഹാബിക്ക് ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അടിമസ്ത്രീ വല്ലാതെ പ്രഹരിച്ചു. പിന്നെ മൂപ്പർക്ക് ഖേദം തോന്നി, ഞാനിങ്ങനെ അടിമപ്പെണ്ണിനെ തല്ലിപ്പോയല്ലോ. റസൂൽ പറഞ്ഞു, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. റസൂൽ അവളോട് 2 ചോദ്യം ചോദിച്ചത്. അയിനല്ലാ, അള്ളാഹു എവിടെ? ഒരു ദർസിലും ഓതിയിട്ടില്ലാത്ത, ഒരു വിവരവുമില്ലാത്ത പെണ്ണ് പറഞ്ഞ അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണ്. അടുത്ത ചോദ്യം, മൻ അന, ഞാൻ ആരാണ്? അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, അഅ്തിഖ്ഹാ, ഇവളെ നീ സ്വതന്ത്രയാക്കണം, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഫഇന്നഹാ മുഅ്മിനത്തുൻ, കാരണം അവൾ സത്യവിശ്വാസിനിയാണ്. നീ അവളെ തല്ലിയതിന്റെ പരിഹാരമായി അവളെ മോചിപ്പിക്കണം. കണ്ടോ നിങ്ങൾ, ഇന്ന് വലിയ പണ്ഡിതന്മാർക്ക് പോലും പറയാൻ സാധിക്കാത്തതല്ലേ? ഖുർആനെ എത്ര ആവർത്തിച്ച് പറഞ്ഞ അമിൻതും മൻ ഫിസ്സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ്, അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? അവിടെ അല്ലാഹുവിനെ ഉപയോഗിച്ച വാക്കെന്താ? മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ. അമിൻതും മൻ ഫിസ്സമാ അൻ യുർസില അലൈക്കും ഹാസിബ, അല്ലാഹു നിങ്ങളുടെ മേൽ ചരൽക്കല്ലുകൾ അയക്കുന്നതിനെ കുറിച്ച്, ചരൽക്കല്ല് വർഷം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പേടിയില്ലാതെ ഇരിക്കുകയാണോ? അവിടെ അല്ലാഹുവിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കേതാ? മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ. റസൂലുള്ളാഹിന്റെ ഹദീസിലില്ലേ, ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിക്കൂ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് കാണിക്കും, കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അപ്പൊ സഹാബികളൊക്കെ വിശ്വസിച്ചത് അങ്ങനെയാണ്. അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം അവർക്കുണ്ടോ? ഇവർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടാൻ വിശ്വാസ കാര്യങ്ങളിൽ പോലും യോഗ്യതയില്ല. പള്ളികളെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു, കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ ശാഫിഈ മദ്ഹബും അഖീദ വിഷയങ്ങളിൽ അശ്അരി തരീഖത്തും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് ഉള്ളൂ. എന്താ അശ്അരി അഖീദ? അല്ലാഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹു എല്ലായിടത്തും ഉണ്ട്. അല്ലാഹുവിന്റെ സിഫത്തുകൾ അത് വ്യാഖ്യാനിക്കണം. കണ്ടോ, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇറങ്ങും എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ കൂലി, അവന്റെ പ്രതിഫലം ഇറങ്ങും, അവന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് വ്യാഖ്യാനിക്കണം. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ സഹാബി വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? 26ഓളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസുൻ നുസൂൽ. എന്താ ഹദീസുൻ നുസൂലിലുള്ള തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമല്ലേ? സുബൈന്റെ തൊട്ടുമുമ്പത്തെ സമയം, രാത്രിയുടെ 1/3 ബാക്കിയുള്ള സമയത്ത് ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും. മുത്തവാത്തിറായ അനിഷേധ്യമായ ഹദീസാണ്. ഒരുപാട് പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ട, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത, അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട ഒരാൾക്കും തള്ളി പറയാൻ പറ്റാത്ത ഹദീസാണ്. ആ ഹദീസിൽ ഇവരെന്താ കാട്ടിയത്? വ്യാഖ്യാനിച്ചു. കണ്ടോ, വഹാബികളല്ല, ഇറങ്ങണല്ല, കേറുന്നല്ല, ഊരയുള്ളല്ല, ചന്തിയുള്ളല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അവന്റെ ഗുണങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ അത് ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പറയണം. അവിടെ അഖീദയുടെ കിതാബുകളിൽ അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ബിലാ തഅ്വീലിൻ, അവിടെ വ്യാഖ്യാനം പാടില്ല. ബിലാ തഹരീഫിൻ, അവിടെ ഒരിക്കലും വാക്കുകൾ മാറ്റി അപ്പുറത്തേക്കും മറ്റ് ഭേദഗതി വരുത്താൻ പാടില്ല. പിന്നെയോ തഅ്വീൽ പാടില്ല, തഹരീഫ് പാടില്ല, തഅ്തീൽ പാടില്ല. അതിലുള്ള ഒരു ഗുണത്തെയും നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ടും തീർന്നിട്ടില്ല. വല തശ്ബീഹിൻ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. വല തംസീലിൻ, വേറെ ഒന്നിനോടും ഉപമിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ സിഫത്തുകളെ മനസ്സിലാക്കേണ്ടതെന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി. അതാ ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല. നിങ്ങൾക്ക് സംശയം, എന്താ സംശയം? അല്ലാഹു ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അപ്പൊ സമയം വ്യത്യാസമുണ്ടല്ലോ. ഇവിടുത്തെ സമയമല്ലല്ലോ അമേരിക്കയിൽ, അവിടുത്തെ സമയമല്ലല്ലോ ആസ്ട്രേലിയയിൽ, അവിടുത്തെ സമയമല്ലല്ലോ സൗദി അറേബ്യയിൽ. എന്നിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കാണ്, അപ്പൊ അല്ലാഹു ഈ ടൈം സോണിൽ ഇറങ്ങി, കുറച്ച് കഴിയുമ്പോ അവിടെ ആ സമയമായി, അപ്പൊ അവിടേക്ക് നീങ്ങി, പിന്നെ അപ്പുറത്തേക്ക് നീങ്ങി, അങ്ങനെ ചുറ്റി വരുമ്പോഴേക്ക് പിറ്റേത്തെ ദിവസം അന്ത്യയാമമായി. അപ്പോ വഹാബികളെ, നിങ്ങൾ പറയുന്നു 7 ആകാശത്തിനപ്പുറം അർശിലാണ് അല്ലാഹു എന്ന്. അതേ സമയം തന്നെ ഇവിടെ ഉണ്ടാകും. എങ്ങനെ ഒരേ സമയം രണ്ടും കൂടിയാവുക? ഒരൊറ്റ സഹാബി ചോദിച്ചിട്ടില്ല ഈ ചോദ്യം. പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെ അളക്കാൻ ശ്രമിച്ചവർ തെറ്റുപറ്റിപ്പോയി. അവർക്ക് അല്ലാഹു സമയങ്ങൾക്ക് അതീതനാണ്. സമയം എന്ന് പറയുന്നത് സൃഷ്ടികളായ നമുക്കുള്ളത്. സൂര്യന്റെ ഉദയം, അസ്തമയം, രാവ്, പകല്, ഇതിലൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനും ജിന്നും അവർക്കുള്ളതാ സമയം. അല്ലാഹ്ക്ക് സമയമുണ്ടോ? ഇന്നലെ, ഇന്ന്, നാളെ, കഴിഞ്ഞ ആഴ്ച, അടുത്ത കൊല്ലം, ഇതൊക്കെ നമുക്കുള്ളതാ. റബ്ബിന്റെ സമയമുണ്ട്. അതുപോലും ചിന്തിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ചു. നിങ്ങൾക്കറിയില്ല, അഖീദയുടെ കിതാബുകളിലൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. ഖുർആനിൽ 6 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് തന്റെ അർശിൽ ഇസ്തിവ ചെയ്തു. എന്താണ് സലഫികളുടെ നിലപാട്?
ഇസ്തിവാ എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്. അത് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. അതിന്റെ രൂപമോ രീതിയോ നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി. അവനാണ് മുഅ്മിൻ. ഇമാം മാലിക്കിന്റെ സദസ്സിൽ വെച്ച് ഈ ആയത്ത് ഓതിയപ്പോ ഒരു സാധു ചോദിച്ച്, കൈഫ്, അതെങ്ങനെയാണ് ഇമാം അവർകളെ? ഫഗളിബൽ ഇമാം മാലിക്, ഇമാം മാലിക്കിന് ദേഷ്യം വന്നു. വഹ്മറ വജ്ഹു, അദ്ദേഹത്തിന്റെ മുഖം ചുവന്ന് തുടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു പറഞ്ഞത് എന്താ അറിയോ? അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹുവിന്റെ ഇസ്തിവാ എന്ന സിഫത്ത്, അർശിലുള്ളവന്റെ ആരോഹണം, അത് പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂൽ, പക്ഷേ അതിന്റെ രൂപം നമുക്ക് അജ്ഞാതമാണ്, അറിഞ്ഞുകൂടാ. വൽ ഈമാനു ബിഹി വാജിബ്, അതേസമയം അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെയെന്ന ചോദ്യം അത് പുത്തനാശയമാണ്. മാ അറാക ഇല്ലാ റജുല സൂഇൻ, ഒരു വൃത്തികെട്ട വ്യക്തിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഇങ്ങനത്തെ വികട ചോദ്യം ചോദിച്ച നിങ്ങൾ മാന്യനല്ല, ഇവനെ പുറത്താക്കും എന്റെ സദസ്സിൽ നിന്ന്. ഇമാം മാലിക് ദേഷ്യം പിടിച്ചു. കാരണം എന്താ? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ ബുദ്ധി ഉപയോഗിച്ച് കുതർക്ക ചോദ്യം ചോദിച്ചു. അതുകൊണ്ടാണ് ഇമാം മാലിക് അത് പറഞ്ഞത്. ഇവിടെ കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്, സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട് പുറത്തിറക്കിയത്. ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന ഫത്വ നിലനിൽക്കെ തന്നെ 7 8 പരിഭാഷ ഭൂമി മലയാളത്തിൽ ഈ കുബൂരികൾ ഇറക്കിയിട്ടുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, അതിലെന്താ പറഞ്ഞെന്നറികള്? സൂറത്ത് അഅറാഫ് 54 വ്യാഖ്യാനത്തിൽ, എന്നിട്ടവൻ അർശിന്റെ മേൽ ആധിപത്യം നടത്തി. ഇസ്തവാ അലൽ അർശിക്ക് അർത്ഥം കൊടുത്തതാ, അർശിന്റെ മേൽ ആധിപത്യം നടത്തി. അപ്പൊ ഇസ്തവയിൽ ചെറിയൊരു മാറ്റം, ഇസ്തൗല എന്നൊരു വാക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വ്യാഖ്യാനം എന്താ? അതിനെ, അതായത് അർശിനെ അള്ളാഹു അവന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ഒതുക്കിയിരിക്കുന്നു എന്നാണ്, അതിന്മേൽ അവൻ ആധിപത്യം നടത്തി എന്നതിന്റെ വിവക്ഷ. കൂറ്റനാടിന്റെ പരിഭാഷ 2261. നോക്കണങ്ങള്, അള്ളാഹു അവന്റെ അർശിനെ പരിപൂർണ നിയന്ത്രണത്തിൽ ഒതുക്കി. അപ്പൊ ആരൊക്കെ അള്ളാഹിന്റെ അർശി പിടിച്ചടക്കി ഇങ്ങനെ കുത്തിരിക്കുക? അള്ളാഹു ചെന്നിട്ട് യുദ്ധം ചെയ്ത് അടിച്ചോനൊക്കെ പുറത്താക്കിയിട്ട് അർശിന് ആധിപത്യം ചെലുത്തി. സിന്ധു പോഴത്തമാണ് ഈ പറയുന്നത്. ഒരൊറ്റ സഹാബി ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? താബികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചോ? ഞങ്ങളൊക്കെ കുഞ്ഞാടുകളായി കൂറ്റനാടിന്റെ പരിഭാഷയായി, ഞങ്ങളത് വിട്ടോ? ഇതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആധിപത്യം ചെലുത്തി എന്നാ സൂറത്ത് യൂനുസ് 3 പറഞ്ഞത്. സൂറത്ത് റഅദിൽ പറഞ്ഞത് കീഴടക്കി എന്നാണ്. ഈ വ്യാഖ്യാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? സഹാബികൾ പഠിപ്പിച്ചതാണോ? ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല, ഇത് തനിച്ച മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. മുഅ്തസിലത്തിന്റെ വിശ്വാസമാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും. പക്ഷെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ജീലാനി ദിനം കൊണ്ടാടുന്നില്ലേ? ആ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞ എന്താണെന്നറിയോ? വയംബഗി ഇത്ലാഖു സിഫത്തിൽ ഇസ്തിവാ, ഇസ്തിവാ എന്ന അല്ലാഹുവിന്റെ സിഫത്തിനെ മിൻ ഗൈരി തഅ്വീലിൻ, യാതൊരു വ്യാഖ്യാനവും കൂടാതെ നിരുപാധികം പറയണം. വഅന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശ്, അല്ലാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്യൽ തന്നെയാകുന്നു. അത് ലാ അലാ മഅനൽ ഖുഊദി വൽ മുമാസ്സ, അല്ലാഹു അർശിന്മേൽ ഇരിക്കുക എന്നോ അർശിന്മേൽ സ്പർശിക്കുക എന്നോ അല്ല. കമാ കാലത്തിൽ മുജസ്സിമത്തു വൽ കറാമിയ്യ, അല്ലാഹുക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന മുജസ്സിമിയാക്കൾ, അതുപോലെ കറാമിയാക്കൾ വാദിക്കുന്നത് അങ്ങനെയാണ്. അർശിന്മേൽ ഇരുന്നു, അർശിന്മേൽ സ്പർശിച്ചു എന്നൊക്കെയാണ്. വലാ അലാ മഅനൽ ഉലുവ്വി വൽ റിഫ്അ, അർശിന്റെ മീതയാകുക, അർശിനേക്കാൾ ഉയരത്തിലാവുക എന്നാണ് അർത്ഥമെന്ന് അശ്അരി കമാ ഖാലത്തിൽ അശ്അരിയ്യ, അശ്അരിയാക്കൾ പറയുന്നു. അതും ശരിയല്ല. വലാ അലാ മഅനൽ ഇസ്തിലാഇ വൽ ഗലബ, കീഴടക്കി നിയന്ത്രണത്തിലാക്കി എന്ന് അർത്ഥത്തിലുമല്ല. കമാ ഖാലത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ പറയുന്നത് പോലെ. അപ്പൊ സമസ്തക്കാർ ഇപ്പൊ ആരായി? അഹ്ലുസ് സുന്നത്ത് തെറിച്ചു പോയ മുഅ്തസിലത്തിന്റെ വാദമാണ് ഇവിടുത്തെ സമസ്തക്കാർക്കുള്ളത്. لأن الشرع لم يرد بذلك, ശർഇൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നിട്ടില്ല. ولا نقل عن أحد من الصحابة والتابعين من السلف الصالح من أصحاب الحديث, ഹദീസിന്റെ ആളുകളായ നല്ലവരായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട സഹാബത്തും താബിഈങ്ങളും അവരിൽ ഒരാളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യാഖ്യാനം ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. ബലിൽ മൻഖൂലു അൻഹും ഹംലുഹു അലൽ ഇത്ലാഖ്, നിരുപാധികം ആ സിഫത്തിനെ പറയലാണ് അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്തവാ അലൽ അർശ് എന്ന് പറഞ്ഞ ഇസ്തവാ അലൽ അർശ് തന്നെ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അത് ഇരിക്കലാണ്, അതിന്റെ മേലെയാകലാണ്, കീഴടക്കലാണ്, ആധിപത്യം ചെലുത്തലാണ്. ഇങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് മുഅ്തസിലത്തിന്റെ, അശ്അരിയ്യത്തിന്റെ, അഹ്ലുസ് സുന്നത്ത് പുറത്തുപോയ പഴച്ച കക്ഷികളുടെ വ്യാഖ്യാനമാണ്. അപ്പൊ ആർക്കാ പിഴച്ചത്? മുജാഹിദുകൾക്കാ പിഴച്ചത്? അല്ല, മുജാഹിദുകൾ പിഴവിലാണെന്ന് പറയുന്ന സമസ്തക്കാർക്കാ പിഴച്ചത്. 10,000-ഓളം മദ്രസയുണ്ടെന്നാ പറയുന്നത്. 10,000-ഓളം മദ്രസയിൽ 10,000-കണക്കിന് കുട്ടികളുടെ മണ്ടയിൽ അടിച്ചു കയറ്റുന്നത് ഈ തെറ്റായ വിശ്വാസമാണ്. ചില ആളുകൾ ചോദിക്കുക, എന്താ പോലെ മദ്രസയിൽ അയച്ചാലും ഒന്ന് ഓതാൻ പഠിക്കണം, ഒന്ന് നിസ്കരിക്കാൻ പഠിക്കണം ആണോ? ഈ തെറ്റായ വിശ്വാസമാണ് ചെറിയ കുട്ടികളുടെ മണ്ടയിൽ ഇവർ പഠിപ്പിക്കുന്നത്.
ഇനി അള്ളാഹു ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റും ജീലാനി ഉഞ്ഞയിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ രാത്രിയിലും ഭൂമിയുടെ അടുത്ത് ആകാശത്തേക്ക് ഇറങ്ങും. എങ്ങനെയാണോ അവനെ ഉദ്ദേശിച്ച, ഏത് രൂപത്തിലാണോ അതുപോലെ. തന്റെ അടിമകളിൽ നിന്നും അവൻ തെരഞ്ഞെടുത്ത അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അതായത് അള്ളാഹുവിന്റെ എതിര് പ്രവർത്തിച്ച, കുറ്റകൃത്യങ്ങൾ ചെയ്ത, അബദ്ധങ്ങൾ ചെയ്ത, പാപങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. തബാറക വ തആലൽ അലിയുൽ അഅല, അത്യുന്നതനും ഉന്നതനുമായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണ്ണനത്രേ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ല ആരാധനക്കർഹനില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമ നാമങ്ങൾ അവനുള്ളതാകുന്നു. ലാ ബിമഅനാ നുസൂലി റഹ്മതിഹി, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുക എന്ന വ്യാഖ്യാനം പാടില്ല, ആ അർത്ഥത്തിലല്ല. വസവാബിഹി, പടച്ചവന്റെ കൂലി ഇറങ്ങുമെന്ന അർത്ഥത്തിലുമല്ല. അലാ മദ്ദഅതുൽ മുഅ്തസിലതു വൽ അശ്അരിയ്യ, മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും വാദിച്ചതുപോലെ. അപ്പോ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൂലി ഇറങ്ങും, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നത് മുഅ്തസിലത്തിന്റെ വാദമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ മടവൂർ വിഭാഗവും ഇപ്പൊ പറയുന്ന അങ്ങനെയാണ്. ശബാബിൽ അച്ചടിച്ചു വന്നു ഹദീസുൻ നുസൂൽ അബ്ദുസ്സലാം സ്വലമി വ്യാഖ്യാനിച്ചുകൊണ്ട്. എന്താ മൂപ്പർക്കും സംശയം, എന്ത് രണ്ടും കൂടി എങ്ങനെ ഒരേ സമയം ഉണ്ടാകുക? അള്ളാഹ് അർശിലാണെന്നും പറയാം, അതേ സമയം ഇവിടെയാണെന്നും പറയാം, രണ്ടും കൂടി ശരിയാകും. അഖലാനി, തമിഴ്നാട്ടിലെ PJ വ്യാഖ്യാനിക്ക, അഖലാനിയാണ് വ്യാഖ്യാനിക്കാൻ, ഇതിനെ ഹദീസുൻ നുസൂലിനെ വ്യാഖ്യാനിക്കാണ്. നോക്കൂ നിങ്ങൾ, അശ്അരിയത്തിന്റെ വാദം മുഅ്തസിലത്തിന്റെ വാദാണ്. ഇവിടെ സലാം സുല്ലമി ശബാബിൽ അച്ചടിച്ചു വിട്ടത്, അതാ മടവൂരികളോട് പ്രചരിപ്പിക്കുന്നത്. മടവൂരികൾ സലഫികളോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്, നമ്മൾ വായിക്കണം. അപ്പൊ സലഫിയത്താർക്കാ തെറ്റുപറ്റിയത്? അമേരിക്കയിൽ രാത്രിയാകുമ്പോ ഇവിടെ പകലല്ലേ, സൗദി അറേബ്യയിൽ 2.5 മണിക്കൂർ ബാക്കിലല്ലേ? അപ്പൊ പിന്നെ ഈ സമയ വ്യത്യാസത്തിനനുസരിച്ച് അള്ളാഹ് അവിടെ ഇറങ്ങി സമയം പോകൂലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരെ, നിങ്ങൾക്കാണ് മണ്ടത്തരം പറ്റിയത്, നിങ്ങളാണ് മന്ദബുദ്ധികളായത്. ഒരൊറ്റ സഹാബിയും ചോദിക്കാത്ത ചോദ്യമാണിത്, ഒരൊറ്റ താബിയും സംശയിക്കാത്ത വിഷയമാണിത്. അതാണ് സലഫിയത്ത്. അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിലുള്ളത്. ഇത് ഞങ്ങൾ പൊയ്വാക്ക് പറഞ്ഞതല്ല, ആരുടെയെങ്കിലും മേൽ അവകാശവാദം ഉന്നയിച്ച് ഞെളിയാൻ വേണ്ടി പറഞ്ഞതല്ല. ഉള്ള വസ്തുത ഉള്ളത് പറയാണ്. നിന്റെ റബ്ബിന്റെ നിഅമത്ത് അവരോട് പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ ആ നിഅമത്ത് കിട്ടിയെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. സഹാബികൾ കാണിക്കാത്ത ഒരാചാരവും ഞങ്ങൾ ആചരിക്കുന്നില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? ഇവിടെ മൗലിദ് കൊണ്ടാടിയിട്ട് റസൂലിനോട് പിരിശമില്ലാത്തവരെന്ന് ഞങ്ങളെ കുറിച്ച് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ പള്ളി ദർസിൽ ഓതുന്ന ഫതുൽ മുഈനിന്റെ ഹാസിയ കിതാബായ സയ്യിദ് ബക്കരി എന്ന ഈജിപ്തുകാരൻ എഴുതിയ ഇആനത്തു താലിബിൻ എന്താ പറഞ്ഞത്? ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 തലമുറകൾക്ക് ശേഷം, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൗലിദ് കൊണ്ടാടുക എന്ന ഈ പുത്തനാചാരം ഉണ്ടായിട്ടുള്ളത്. ഏതാണ് ആ 3 നൂറ്റാണ്ട്? അലവലാദികൾ ജീവിച്ച 3 നൂറ്റാണ്ടല്ല. സഹാബികൾ, താബികൾ, താബികൾ എന്ന ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമന്മാരെന്ന് പുണ്യ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ കാലം. ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്റെ തലമുറയാണ്. ഏതാ റസൂലുള്ളാഹിന്റെ തലമുറ? സഹാബികള്. പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, തുമ്മല്ലദീനലൂനഹും, പിന്നെ താബികൾ. ഈ 3 തലമുറ, ആ 3 തലമുറയുടെ കാലത്തും ഇതില്ല. മൗലൂദിനെ സത്യക്തം ന്യായീകരിക്കാൻ ശ്രമിച്ച സുയൂത്തിക്ക് പോലും ഫാക്കിഹാനിയുടെ വാക്യത്തെ ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. എന്താ ഫാക്കിഹാനി പറഞ്ഞത്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലോ സുന്നത്തിലോ ഈ മൗലിദിന്റെ അടിസ്ഥാനം ഉള്ളതായി ഞാൻ അറിയുന്നില്ല. കണ്ടോ? വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഒരാളിൽ നിന്നും അവർ മൗലിദ് കഴിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, അവരാണല്ലോ മതത്തിൽ നമ്മുടെ മാതൃകകൾ. അൽ മുതമസ്സിഖൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാലടിപ്പാടുകളെ മുറുകെ പിടിക്കുന്നതും പണ്ഡിതന്മാരാണല്ലോ. അവരൊരാളും ഇത് ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, മാത്രമല്ല ഇതൊരു പുത്തനാചാരമാണ്. അഹദതഹൽ ബത്താലൂൻ, മെയ്യളകാതെ ജീവിക്കാൻ ശീലിച്ചവർ പുതുതായി കൊണ്ടുവന്നതാണിത്. വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, തീറ്റിക്കൊതിയന്മാരായ ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി നിലനിർത്തിയ ഒരു ദേഹേച്ഛയാകുന്നു ഇത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലം യബ്ഖ ഇല്ലാ യകുന മക്റൂഹൻ ഔ ഹറാമൻ, ഒന്നുകിൽ ഇത് മക്റൂഹാണ്, വെറുക്കപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ഹറാമാണ്. ഇതാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ പോലും എനിക്ക് പറയാനുള്ള മറുപടി എന്നാണ് ഫാക്കിഹാനി പറഞ്ഞത്. ഹർഫൻ ഞാൻ ഇതിനെ ഗണ്ണിക്കുമെന്ന് പറഞ്ഞ സുയൂത്തിക്ക് ഗണ്ണിക്കാൻ സാധിച്ചില്ല. കിതാബിന് തെളിവ് കൊണ്ടുവരാൻ, സുന്നത്ത് തെളിവ് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത് ഉണ്ടാക്കിയത് ഷിയാക്കളാ സുഹൃത്തുക്കളെ, ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ്. അഹ്ലുസുന്നത്തുകാരെന്ന് പറയുന്നവർ ഇന്നർ ഏറ്റെടുത്ത് ആഘോഷം കൊണ്ടാടുന്നത്. 2 പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണ് മൗലിദ് ആഘോഷം എന്നാ പറയുന്നത്.
ഈദുൽ അദ്ഹയേക്കാളും ഈദുൽ ഫിത്റിനേക്കാളും മുസ്ലിമീങ്ങൾ സന്തോഷിക്കേണ്ടത് റബീഉൽ അവ്വൽ 12-നാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തിൽ ഏതെങ്കിലും മുതൽ റബീഉൽ അവ്വലിന്റെ പോരിശ പറഞ്ഞിട്ടുണ്ടോ? ആയിരക്കണക്കിന് ഹദീസുകൾ ഉള്ളതിൽ എവിടെയെങ്കിലും റബീഉൽ അവ്വലിന്റെ പോരിശ പറഞ്ഞിട്ടുണ്ടോ? 23 കൊല്ലം ജീവിച്ച പുണ്യ റസൂൽ 22 റബീഉൽ അവ്വൽ കടന്നുപോയി. നബി ആയതിനു ശേഷം ഒരൊറ്റ റബീഉൽ അവ്വൽ ആഘോഷിച്ചോ? ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. വിപുലമായ രീതിയിൽ കൊണ്ടാടിയിട്ടില്ല. വിപുലമായതൊന്നും തെളിയിക്കണ്ട, ലളിതമായത് തെളിയിച്ചാൽ. ഒരു കാരൊക്കെ എടുത്ത് 5 ആൾക്ക് കൊടുത്ത് നിങ്ങൾ തെളിയിച്ച ബിരിയാണി വെക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരു 1000 സലാത്ത് അധികം ചൊല്ലിയോ? ഒരു ദീനാർ ഒരു ദിർഹമോ ധർമ്മം കൊടുത്തോ? അന്ന് പുണ്യ റസൂലിന്റെ ഇത് ജനിച്ച മാസമല്ലേ, നമ്മളൊന്ന് സന്തോഷിക്കാൻ തന്നെ പ്രത്യേക സലാത്ത് ജാഥ നടത്തിയോ? എവിടുന്ന് കിട്ടി സഹോദര ഇതൊക്കെ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഹിയാകുന്ന എന്റെ അനുഗ്രഹം ഇതാ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിൽ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഈ ദീനിനെ സത്യസമ്പൂർണ്ണമാക്കി. റസൂലുള്ളാഹി സഹാബത്തിനെ ഏൽപ്പിച്ചു പോകുന്ന ദീൻ ആ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചു. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇതില്ലാത്ത വല്ലതും ആരൊക്കെ കൊണ്ടുവന്നാലും ശരി, അത് സ്വീകാര്യമല്ല. എത്ര ഇഖ്ലാസോട് കൂടി ചെയ്തിട്ടും കാര്യമല്ല. അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്തത്. ഇത് പറയാൻ മതത്തിന്റെ പഴമയിലേക്ക്, ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയിലേക്ക് മുസ്ലിമീങ്ങളെ നമ്മൾ തിരിഞ്ഞു നടക്കണമെന്ന് ആളുകൾ ഓർമ്മപ്പെടുത്തുന്നവരാണ് സലഫികൾ. സലഫികൾ എന്ന് പറഞ്ഞ സലഫ് സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചവർ. സലഫ് സാലിഹുകൾ ഏതൊരു ദീനിലേക്കാണ് ക്ഷണിച്ചത്? കലർപ്പില്ലാത്ത ദീൻ, ഒരൊന്നും കൂടിച്ചേർന്നിട്ടില്ലാത്ത ദീൻ, റസൂലിന്റെ തിരുവായിൽ നിന്ന് നേരിട്ട് പഠിച്ച ദീൻ. ആ ദീനാണ് ഈ നാട്ടിൽ പുലരേണ്ടതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി അട്ടും തുപ്പും കേട്ട് മഹല്ലുകളിൽ ബഹിഷ്കരണങ്ങൾ സഹിച്ച് ഞങ്ങൾ ഉറബായികളായി ഒറ്റപ്പെട്ടവരും അപരിചിതരുമായി പലരുടെയും ബഹിഷ്കരണങ്ങൾക്ക് വിധേയരായി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് രക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി. അതുകൊണ്ട് സലഫി സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും തന്നെ പിന്നോട്ട് പോകരുത്. തൗഹീദിന്റെ പ്രബോധനത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകരുത്. പലതരത്തിലും പളവളപ്പുകൾ കാണിച്ച പല സംഘടനകളും രംഗത്ത് വരും. അവരൊക്കെ പല നിലക്കും നമ്മളെ ക്ഷണിക്കും. പക്ഷെ നമ്മുടെ ഊന്നലുകളിൽ മാറ്റം വരുത്തരുത്. നാം തുടങ്ങി വെച്ച പ്രബോധനം പ്രവാചകന്മാരുടെ മാതൃകയുള്ള പ്രബോധനമാണ്. അത് നാം വെച്ചടി മുന്നോട്ടല്ലാതെ ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. പക്ഷെ എന്തു വേണം? നാം പഠിക്കണം, ഇൽമു നേടണം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. പ്രഖ്യാപിക്കുക നബിയെ, ഇതാകുന്നു എന്റെ മാർഗം, ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് തൗഹീദ്? പഠിക്കണം. നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാരെടുത്തിട്ട് പഠിക്കണം. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയ കിതാബ് തൗഹീദ്, അത് ഉസ്താദുമാരെ കൊണ്ട് വായിപ്പിക്കണം. എത്ര ശരഹാണതിന്! ലോകത്തിന്റെ നാനാഭാഗത്തും തൗഹീദ് പഠിപ്പിക്കാൻ സലഫികൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥം അതാണ്. പഠിക്കണം നാം, അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കണം നാം. തൗഹീദും ശിർക്കും കൂടിക്കലർന്ന് ശിർക്ക് തൗഹീദായും തൗഹീദ് ശിർക്കായും തലതിരിച്ച് അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ തൗഹീദ് ഏതാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, തൊട്ട് കാണിക്കണം. ചില ആളുകൾ പറയും തൗഹീദ് പ്രധാനപ്പെട്ടതാണ്, ശിർക്ക് ഗൗരവമാണ്. അതുകൊണ്ട് കാര്യമില്ല. ഏതാണ് തൗഹീദ്, ഏതാണ് ശിർക്ക്? ശിർക്കിന്റെ ഇനങ്ങൾ എന്തൊക്കെ തൊട്ടു കാണിക്കണം. ഏലസും മുറുക്കും അത് ശിർക്കാണെന്ന് പഠിപ്പിക്കണം. അല്ലാഹുവല്ലാത്തവർക്കുള്ള നേർച്ച അത് ശിർക്കാണെന്ന് പഠിപ്പിക്കണം. അല്ലാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അത് ശിർക്കാണെന്ന് പഠിപ്പിക്കണം. പ്രാർത്ഥനയുടെ വല്ല അംശവും അല്ലാഹുവല്ലാത്തവർക്ക് അർപ്പിക്കൽ അത് ശിർക്കാണെന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് വിശ്വാസരംഗത്തെ പിഴവുകളും വൈകല്യങ്ങളും ഈ ഉമ്മത്തിൽ നിലനിൽക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ വിശ്വാസ സംസ്കരണത്തിൽ ശ്രദ്ധിക്കാതെ നിസ്കാരത്തിലേക്കും സലാത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്ന ആത്മീയ കച്ചവടക്കാരുണ്ട്. സലാത്തിന്റെ മഹത്വം, നിസ്കാരത്തിന്റെ മഹത്വം, നോമ്പിന്റെ മഹത്വം, ഖുർആനിന്റെ മഹത്വം, ദിക്റിന്റെ മഹത്വം ഒക്കെ പഠിപ്പിക്കും. പക്ഷെ വിശ്വാസ സംസ്കരണത്തിൽ അവർ ശ്രദ്ധിക്കില്ല. ദഅവത്തിനെ തലതിരിച്ചു. ഇത് നബിമാരുടെ ദഅവത്തല്ല സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. താങ്കൾ പോകുന്നത് വേദക്കാരായ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ള ഷഹാദത്തിലേക്കാണ് താങ്കൾ അവർ ആദ്യമായി ക്ഷണിക്കേണ്ടത്. അതവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതിനവർ അനുസരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അതവർക്ക് ബോധ്യപ്പെട്ടാൽ സകാത്ത് പഠിപ്പിക്കണം. ഇങ്ങനെ ക്രമാനുഗതമായി ഈ ദഅവത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്തു വേണം? പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം പ്രവാചകനിൽ നിന്ന് പഠിക്കണം, സ്വഹാബത്തിൽ നിന്ന് പഠിക്കണം. കാലം മാറുന്നതിനനുസരിച്ച് പ്രബോധനത്തിന്റെ അലകും പിടിയും മാറ്റി ആളുകളെ ഇഷ്ടം നോക്കി, പൊതുജനത്തിന്റെ നീക്കം നോക്കി, ആളുകൾ ഭൂരിപക്ഷത്തിന്റെ താല്പര്യം നോക്കി
പ്രബോധനത്തിൽ മയപ്പെടുത്തണം, അതൊന്ന് മാറ്റിവെക്കണം, ഇതൊന്ന് ചെരിച്ചു വെക്കണം എന്ന് പറയുന്നതിന് ഒരിക്കലും തന്നെ സലഫികൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ലാ യംനഅൻ അഹദകും മഖാഫത്തുൻ നാസ്, ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ. അൻയഖൂല ബിൽ ഹഖി, സത്യം തുറന്നു പറയാൻ. ഇദാ റആഹു അലിമഹു, അയാൾ ഇത് കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ റിസ്ക് അല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും നമ്മുടെ റിസ്ക് മുടക്കാൻ കഴിയൂല, ആർക്കും നമ്മെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ റിസ്ക് മുടങ്ങിപ്പോകൂലേ, എനിക്ക് ആ ദർസ് നടത്തിയിട്ട് ഇത്ര കിട്ടുന്നുണ്ട്, കുത്തുബക്ക് ഇത്ര കിട്ടുന്നുണ്ട്, ഉസ്താദും കൈമടക്ക് ഇത്ര കിട്ടുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ അതൊക്കെ പോകൂലേ എന്നാ പല മുസ്ലിയാക്കന്മാരും പറയുന്നതൊക്കെ. നിങ്ങൾ പറയുന്ന ശരി, പക്ഷെ നിങ്ങളൊപ്പം പോന്നാൽ നമ്മൾ വയ്യാതാറായി പോകൂലേന്നാ മുസ്ലിയാക്കന്മാർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് വയറുകൊണ്ടാണ്. അവർ പരലോകത്തെ പേടിക്കുന്നില്ല. ഈ ആളുകളെ ബഹുമാനിച്ച് ആളുകൾ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് അവർക്ക് പരലോകത്ത് എന്തായിരിക്കും അവരുടെ സ്ഥിതി, പണ്ഡിതന്മാരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ അത് മറച്ചു വെച്ച് അവർ ഈ പൊതുജനങ്ങൾ ഈ ശിർക്കും ബിദ്അത്തിലും ആറാടി നിൽക്കുന്നത് കണ്ടും കേട്ടും മിണ്ടാതിരിക്കുകയാണ്. ഇതാണോ പണ്ഡിതന്മാരുടെ കടമ? ജനങ്ങൾ അല്ലാഹുമായി അടുപ്പിക്കേണ്ട ആളുകൾ ജനങ്ങളെ മഖാമുകളിലേക്കും ദർഗകളിലേക്കും തെളിച്ചു കൊണ്ടുപോയി ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ദുരന്ത കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉണർന്നു പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് സുഹൃത്തുക്കളെ ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹുവിന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ ഈ നാട്ടിൽ എത്തിച്ചു കൊടുക്കണം. നമ്മൾ ക്ഷണിക്കുന്നത് ഒരു പുത്തൻവാദത്തിലേക്കുമല്ല, പഴമയിലേക്കാണ്. 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ആ ഇസ്ലാം എന്തെന്ന് പഠിക്കണമെങ്കിൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. രണ്ടു കാര്യം നിങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ വഴിപഴക്കുകയില്ല. കിതാബ് അല്ലാഹി വ സുന്നത്തി, അല്ലാഹുവിന്റെ കിതാബിന്റെ സുന്നത്തുമാകുന്നു. ഈ രണ്ടായുധങ്ങളുമായി നാം ജിഹാദിനിറങ്ങണം. മുസ്ലിം ഉമ്മത്തിൽ ജീർണതകൾ അങ്ങേയറ്റം വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും വലിയ ജീർണത ശിർക്കാണ്, പിന്നെ ബിദ്അത്താണ്, പിന്നെ കുഫറാണ്. അതൊക്കെ ഈ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് നാം ഉണർന്നു പ്രവർത്തിക്കുക. ഈ ദഅവത്തിന്റെ രംഗത്ത് നാം മുന്നേറുക. ഈ സമ്മേളനം അതിനൊരു പ്രചോദനമാകട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും തൗഹീദ് എത്താത്ത എത്രയോ പ്രദേശങ്ങളുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ, പരസ്പര സഹകരണത്തിലൂടെ ശിർക്കിന്റെ കത്തളുകളിലേക്ക് കടന്നു ചെന്ന് തൗഹീദിന്റെ വെള്ളി വെളിച്ചമെത്തിക്കാൻ നാം പരിശ്രമിക്കുക, അതിനായി അധ്വാനിക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പേറ്റില്ലവുമായ തൃശ്ശൂർ ജില്ലയിൽ ഈ തൗഹീദിന്റെ നാളം ഇനിയും തളരാതെ നിലനിൽക്കണമെങ്കിൽ അതിന് കൂട്ടായ അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ ആവശ്യമാണ്. ഏറ്റവും വലിയ ശക്തി അത് അറിവിന്റെ ശക്തിയാണ്. അറിവ് നേടുക, ഓരോ പ്രവർത്തകനും അറിവ് നേടുക എന്നത് ഇബാദത്തായി കാണുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ട കൂട്ടായ സംരംഭങ്ങൾ ഒരുക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖ്ദുൽ മൻ ഖദലൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من أعادانا. اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.